പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യം വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് പിന്നെയും അടുത്ത് ഒരു വാന്തക്കൊണ്ടോട് ഞങ്ങളെ ഒരുക്കിയിട്ട് വയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്ന കർത്താവ് പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ ദാസിക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ധൈര്യത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് എല്ലാ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ക്രോശങ്ങളെ ഓർക്കാതെ ദൈവമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ ജനത്തിൻ്റെ നടുവിൽ വലിയ ആത്മീക ശോധനയ്ക്കുള്ള, കർത്താവെ സ്വയം ശോധനയ്ക്കുള്ള സമയങ്ങളാക്കി തീർക്കണം. തങ്ങളെ തന്നെ ഒരുക്കുന്ന സമയങ്ങളാക്കി തീർക്കണം. അങ്ങനെ നീ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം മാനവടുത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസി ജെസ്സി ജേക്കബാണ്. ബറോഡയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ ജെസിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നേ? അതെ, ഓൾറെഡി നമ്മുടെ മേരി കഹാനി ഹിന്ദി സെക്ഷനിൽ ജസിസ്റ്റർ വന്ന് തൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതാണ്. അന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചതാണ് സിസ്റ്റർ ഒരു മലയാളത്തിൽ നമ്മുടെ സെക്ഷനിലും കൊണ്ടുവരണമെന്ന്. ഓക്കെ സിസ്റ്റർ. ദൈവത്തിൻ്റെ സ്തോത്രം. ബറോഡ നല്ലൊരു സ്ഥലമാണ് അല്ലേ? എനിക്ക് ഞങ്ങൾക്കിപ്പം ബറോഡയിൽ നിന്ന് വിരുന്നുകാരുണ്ടായിരുന്നു. അവരൊക്കെ ഈ ബറോഡയ്ക്കൊക്കെ പോയതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ബറോഡ എന്ന ആ ഒരു പേര് വഡോദര അല്ലേ? വഡോദര എന്ന് പറയുമ്പോൾ ആൽവൃക്ഷങ്ങളുടെ നാടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടപ്പെട്ടത്. വടവൃക്ഷങ്ങൾ, ആൽവൃക്ഷങ്ങൾ, ഒത്തിരി ആലുകളുണ്ട്. ഒത്തിരി എവിടെ നോക്കിയാലും ഉണ്ട്. അതെ, ഞാൻ ബറോഡയിൽ ആദ്യമായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു വചനം മഴുവിനെക്കുറിച്ചായിരുന്നു. മരങ്ങൾ വെട്ടിയെടുക്കുന്ന മഴുവിനെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ആ മഴു സ്നേഹമാണെന്നാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. നമ്മൾ സ്നേഹത്തിൻ്റെ മഴു ഉപയോഗിച്ച് മലമുകളിൽ പോയി മരം വെട്ടി ആലയത്തിൻ്റെ ഭാഗമാക്കുന്നവരാണ്. ഹഗായി പ്രവാചകൻ്റെ പ്രവചനമാണ്, നിങ്ങൾ മലകളിലേക്ക് പോകുവീൻ, മരങ്ങൾ വെട്ടുവീൻ, ആലയം പണിവീൻ. നമ്മുടെ കയ്യിലൊക്കെ ദൈവം തന്നിട്ടുള്ളൊരു മഴുവുണ്ട്. അത് സ്നേഹത്തിൻ്റെ മഴുവാണ്. ആരംഭത്തിൽ തന്നെ ചിലരോട് പരിശുദ്ധാത്മാവ് പറയും, ആരുടെയെങ്കിലും മഴു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളത് റിക്കവർ ചെയ്യണം. ഈ ദിവസങ്ങളിൽ സ്നേഹത്തിൻ്റെ മഴു അത് ഉപയോഗിച്ച് അനേക മരങ്ങളെ വെട്ടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയണമെന്ന് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സിസ്റ്റർ, ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ഞാൻ ജനിച്ചത് കേരളത്തില്, ഇവിടെ വളർന്നത് ബറോഡയിൽ. ശരി. അപ്പം കുഞ്ഞിലെ തന്നെ ബറോഡയിൽ തന്നെ അല്ലേ? അതെ 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 അതെ. പേരൻസ് ഒക്കെ എവിടെയായിരുന്നു? ആയിരുന്നു. ഓ, നാട്ടിലെവിടെയാ? നാട്ടില് എൻ്റെ വീട് കോഴഞ്ചേരി, പത്തനംതിട്ട ഡിസ്ട്രിക്ട് കോഴഞ്ചേരി. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് അയിരൂര്. ഓക്കെ, കോഴഞ്ചേരിയും അയിരൂരും. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസത്തിലാണോ ജനിച്ചു വളർന്നതൊക്കെ, അതോ? ഒന്നുമല്ല. അല്ല, രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും? അതെ 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 അതെ. മോൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടല്ലേ? മോൻ നമ്മുടെ യുവായിക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, ജെറിന്റെ ഒരു സാക്ഷ്യം ഇതിനകത്ത് യുവ ഫോർ ജീസസിൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. അപ്പോൾ അതെല്ലാം നമുക്ക് കേൾക്കണം കേട്ടോ, വ്യക്തിപരമായ അനുഭവങ്ങൾ. മോൻ്റെ അനുഭവം യുവായിൽ കേട്ടിട്ടുള്ളതാണെങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ അന്ന് അനുഭവിച്ച ഒരു വേദനയുണ്ട് അല്ലേ? അയ്യോ, അതൊന്നും മറക്കാനേ പറ്റത്തില്ല. കാരണം ഭയങ്കര, അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാകും ആ ഒരു സംഭവം പറയുമ്പോൾ. അപ്പം നമുക്ക് ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവം കേട്ടു തുടങ്ങാം. ഞങ്ങളിനി അധികം ചോദ്യങ്ങൾ ചോദിച്ച് ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി, മാതാപിതാക്കളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ജീവിതാനുഭവങ്ങളെല്ലാം ഒന്ന് പറയാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അങ്ങനെ ഒരു സമയം ആസാദി ടി വിക്കകത്ത് ദൈവം എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. അനേകം ടെസ്റ്റിമണീസ് ഷെയർ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് പാസ്റ്റർ അത് പറയുമ്പോൾ തന്നെ, മഴുവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ സത്യമായിട്ടും അങ്ങനെ ഒരു അനുഭവമാണ് ബറോഡയിൽ ദൈവം ചില
ആൾക്കാരെ ദൈവം ഉപയോഗിക്കുന്നത്. ശരിക്കും ബറോഡ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഷെൽട്ടർ തന്ന, എനിക്ക് ബാക്കി ആരുടെയും കാര്യം അറിയത്തില്ല, പക്ഷെ എനിക്ക് ഷെൽട്ടർ തന്ന ഒരു കംഫർട്ട് തന്ന ഒരു പ്ലേസാണ്. എപ്പോഴും ബറോഡ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത്. ഞാൻ എൻ്റെ ഹിസ്റ്ററി പറയുമ്പം ഒത്തിരി കാര്യങ്ങൾ ദൈവം എങ്ങനെ എന്നെ മോൾഡ് ചെയ്തെടുത്തു, എങ്ങനെ ദൈവത്തിൻ്റെ ഒരു യൂസ്ഫുൾ വെസലാക്കി തീർത്തു എന്ന് ഇപ്പോഴും ഞാൻ അതിശയിക്കും. ചിലപ്പോൾ ഇരുന്ന് പിന്നെ എൻ്റെ ഞാൻ ചെയ്ത മിനിസ്ട്രിക്കകത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഫോട്ടോസ് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും, എനിക്കിഷ്ടമല്ല വാട്സപ്പിലും പിന്നെ ഫേസ്ബുക്കും ഒന്ന് ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇത് റൂൾ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം പാസ്റ്റർ പറഞ്ഞ പോലെ ഈ മഴുവിനെ കർത്താവ് എങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ അതിശയ പ്രവൃത്തി. ഞാനൊരു യാക്കോബായി കുടുംബത്തിൽ നിന്ന് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജേക്കബ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോൻ്റെ പേര് ജെറിൻ, മോളുടെ പേര് ജെസ്സിൻ. ഞങ്ങൾ കൊച്ചിലെ ഇവിടെ ബറോഡയിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 5th സ്റ്റാൻഡേർഡ് വരെ എൻ്റെ സ്റ്റഡീസ് എല്ലാം ഇവിടെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫാദറിന് IOCL ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയുടെ കെയർ ഓഫിൽ ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് ഇവിടെ ബറോഡയിൽ വരാനിടയായി. ഞങ്ങൾ താമസിച്ചത് IOCLൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു. ആ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പം അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. നമുക്ക് അതിനകത്തൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. എപ്പോഴും നമുക്ക് സെക്യൂരിറ്റിയോട് പെർമിഷൻ ചോദിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ ഇല്ലായിരുന്നു അതിനകത്ത്. ആകെപ്പാടെ പോകുന്നത് സൺഡേ ചർച്ചിലൊന്ന് പോകുന്ന സമയം മാത്രം അതിന് പുറത്തുണ്ട്. കാരണം സ്കൂൾ അതിനകത്തുണ്ട്, പാർക്ക് അതിനകത്തുണ്ട്, ഹോസ്പിറ്റൽ അതിനകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ആ സമയത്ത് എപ്പോഴും ഈ സൺഡേ നോക്കിയിരിക്കും ആ ഗേറ്റിന് വെളിയിലോട്ടൊന്ന് പോകാൻ. അപ്പം എൻ്റെ ഫാദർ ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ ചർച്ചിൽ പോകും, തിരിച്ചു വരും. അങ്ങനെ കുറച്ച് കാലങ്ങൾ പോയി. സ്റ്റഡീസ് പഠിക്കാൻ പോകുമ്പോഴും മമ്മി ഞങ്ങളെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ ആ സൊസൈറ്റിക്കകത്ത്, ആ ക്വാർട്ടേഴ്സിനകത്ത് ജീവിക്കുന്നത്. ആരുമായിട്ടും ഒന്നും മിങ്കിൾ ചെയ്യത്തില്ല. അന്ന് മുതലേ മമ്മി അങ്ങനെ ഞങ്ങളെ വളർത്തിയത്. ഒരു മനുഷ്യരുമായിട്ടും സംസാരിക്കാനോ എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സിൽ ആ ഒരു ലെവലിലുള്ള ആൾക്കാരാണല്ലോ താമസിക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിനകത്ത് അന്നേ ഉണ്ട്. കൊച്ചിലെ മുതലേ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ 4th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേന് എൻ്റെ ഫാദറിന് ഇതുപോലെ നാട്ടിലൊന്ന് പോകാൻ ഡിസൈഡ് ചെയ്തു. കുവൈറ്റിന് പോകാൻ ഒരു ചാൻസ് കിട്ടി. അപ്പം എൻ്റെ ഫാദർ ഇന്നിപ്പോൾ അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമമാണ്. കാരണം ഇത്രയും നല്ല ഫെസിലിറ്റി IOCL, ഇപ്പോഴും IOCL താമസിക്കുന്ന റിട്ടയറൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ജനറേഷൻസിന് വരെ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ഫാദർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. കുവൈറ്റിന് പോകാൻ ഒരു ചാൻസ് കിട്ടി. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയി. അന്ന് എൻ്റെ മാവിമാരും എൻ്റെ ഫാദറിൻ്റെ കെയർ ഓഫിൽ എൻ്റെ റിലേറ്റീവ്സ് ഒത്തിരി ആൾക്കാർ ഇവിടെ ജോലി ചെയ്യാനും ഇവിടെ വന്ന് താമസിക്കാനും ബറോഡയിൽ താമസിക്കാനും ഒക്കെ ഇടവന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് കേരളത്തിൽ പോയി താമസിക്കേണ്ടി വന്നു. കുവൈറ്റിന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഒരാൾ ഏറ്റു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫാദറിന് 1 കൊല്ലം പിടിച്ചു അത് കുവൈറ്റിന് പോകാൻ പറ്റിയത്. ആ 1 കൊല്ലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര സുഖമായിട്ട് ബറോഡയിൽ താമസിച്ച എൻ്റയർലി ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേരളത്തിൽ ചെന്ന് കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഭാഷ ഒരു പ്രോബ്ലം. പിന്നെ അഡ്മിഷൻ കിട്ടുമ്പം മലയാളം ഒരു മെയിൻ സബ്ജക്റ്റ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖം. പിന്നെ ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ട് വന്നു എൻ്റെ ഫാദറിന്. അങ്ങനൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഞങ്ങളുടെ വീട്ടിനകത്ത് എപ്പോഴും ഒരു ഡാർക്ക്നെസ്, ഒരു സഥനിക് അറ്റാക്ക് എപ്പോഴും എന്തെങ്കിലും. ഓൾറെഡി ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷന് ഒരു പ്രോബ്ലം വരും. എല്ലാവരും ഒരു യൂണിറ്റി ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ വന്നു എനിക്ക് ഒരു ആസ്മ എന്ന് പറഞ്ഞൊരു രോഗം എനിക്ക് പിടിച്ചു ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്. ആസ്മ എന്ന് പറഞ്ഞാൽ ആ ശ്വാസം മുട്ടൽ, ശ്വാസം എടുക്കുന്ന ആ ശബ്ദം
അയൽവക്കക്കാർക്ക് വരെ കേൾക്കാം. അതുപോലെ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ ഒരു ശകലം പോലും പറ്റാത്ത അവസ്ഥ. എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേന് എനിക്ക് 2 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ് ഉള്ളത്. ആരെങ്കിലും ഒരാൾ അപ്പം നോക്കിയിരിക്കും, അടുത്ത അസുഖം. ആ ആളിനെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴത്തേന് അടുത്ത ആള്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു രോഗത്തിന്റെ വല്ലാത്തൊരു കെട്ടുകള്. എൻ്റെ ഫാദറിന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ഞങ്ങളുടെ വീട്ടില് മന്ത്രവാദികൾ വരെ വന്നിട്ടുണ്ട്. എൻ്റെ ഈ അസുഖം പോകാൻ വേണ്ടി പിടിപ്പണം, പിന്നെ നേർച്ച കാഴ്ചകള്, പിന്നെ നടന്ന് പരമല തിരുമേനിയുടെ ചർച്ച് വരെ പോകും. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ വരുമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പള്ളിയിലും നേർച്ച കാഴ്ചകൾ എല്ലാം ഇട്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു അസ്വസ്ഥത. ഒരാൾ സംസാരിക്കുമ്പം ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ചേരാത്ത പോലെ വഴക്കാവുന്നു. പിന്നെ പശുക്കളെ, ആ സമയത്ത് പശുക്കളുണ്ട്, അത് കിടാക്കളായി കഴിയുന്നുണ്ടെങ്കിൽ അത് മരിച്ചു പോകുക. അങ്ങനെ ഞങ്ങളുടെ വീട്ടിനകത്തൊരു വല്ലാത്തൊരു ബറോഡയിൽ നിന്ന് വന്ന ആ ഒരു പ്രോബ്ലം ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ സമയത്ത് എൻ്റെ ഈ അസുഖം എന്ന് പറയാൻ, മറ്റ് ഉള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ വരുന്ന അസുഖം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ട്രീറ്റ്മെന്റിലൊക്കെ പോകുന്നു. പക്ഷെ ഇത് അങ്ങോട്ട് ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ വീട്ടില് സിസ്റ്റർ മേരി കോവൂർ അവിടെ പ്രസംഗത്തിനും പ്രയർ നടത്താനും ഒക്കെ വരുമായിരുന്നു. എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പോഴും യാക്കോബായ, ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. ഞങ്ങളുടെ അമ്മച്ചിക്ക് വാണിംഗ് ഒക്കെ കൊടുക്കുക, എൻ്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങും പോവില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ അസുഖം വരുന്നത് കൊണ്ട് മമ്മിക്ക് ഒരു ഇച്ചിരി ആയകൊണ്ട് കൊണ്ടുപോക്കോ എന്നാൽ അവൾ അങ്ങനെയും പ്രാർത്ഥിച്ച് അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു സൗഖ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് മമ്മി അമ്മച്ചിയുടെ കൂടെ എന്നെ വിടുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിനകത്തൊരു വിശ്വാസത്തിന്റെ ഒരു കണിയ വീഴാൻ തുടങ്ങി. ബൈബിളൊക്കെ വായിക്കാൻ മലയാളം അറിയത്തില്ലല്ലോ. ആ സമയത്ത് അപ്പച്ചനാ എന്നെ മലയാളം പഠിപ്പിക്കുന്നത്, ബൈബിൾ വേഴ്സസ് പറഞ്ഞ എന്നെ ബൈബിൾ പഠിപ്പിച്ച മലയാളം എന്നെ ലേൺ ചെയ്യിപ്പിക്കുന്നു. ആ സമയത്ത് മേരിക്കോ ഒരു സിസ്റ്റർ അവിടെ പ്രസംഗിക്കുമ്പം എനിക്ക് വയ്യാന്നൊക്കെ ഞാൻ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ കിടക്കും എന്ന് പറഞ്ഞാൽ അവിടെ നൈറ്റ് പ്രെയർ, 3 days ഫാസ്റ്റിങ്, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവിടെ കിടക്കും. പക്ഷേ ഈ രോഗത്തിനൊരു മാറ്റം അന്നൊന്നും വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരും മമ്മിയുടെ അടുക്കല്, മമ്മി വഴക്ക് പറയും. ഞങ്ങൾക്ക് കറക്റ്റ് 7 o'clock സന്ധ്യ നമസ്കാരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്തിന് 7 o'clock ഇരിക്കണം, ഇല്ലെങ്കിൽ മമ്മി ഞങ്ങളെ വഴക്ക് പറയും. ആ 7:05 ഞാൻ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ട്, എന്താ മമ്മി 7:05 ആയിക്കഴിഞ്ഞാൽ എന്തോ യേശുക്രിസ്തു വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞു മമ്മിയോട്. കുർബാനക്രമം ഉണ്ട്, ആ ബുക്ക് മൊത്തം എനിക്ക് കാണാതറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതങ്ങ് ആ ഒരു ട്യൂൺ ഉണ്ടല്ലോ, ആ ട്യൂൺ അനുസരിച്ച് അതങ്ങ് സീക്വൻസിൽ അങ്ങ് പോവും. പ്രാർത്ഥിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. സൺഡേ സ്കൂൾ കറക്റ്റിന് പോകണം. ശനിയാഴ്ച ബുക്കൊന്നും തൊടരുത്. ശനിയാഴ്ച മാത്രം സൺഡേ സ്കൂളിലെ ബുക്സ് മാത്രമേ പഠിക്കാവൂ. ഏർലി മോർണിംഗ് 7:30 ചർച്ചിൽ ചെന്നിരിക്കണം. 2 മണിയാവുമ്പോൾ സൺഡേ സ്കൂളിന് പോകണം. സൺഡേ സ്കൂളിന്റെ എല്ലാ എക്സാംസും പാസ്സാകണം. മമ്മി ഭയങ്കര സ്ട്രിക്റ്റ്. ഞങ്ങളെ വെളിയിലൊന്നും വിടത്തില്ല. ബന്ധുക്കാരുടെ വീട്ടിൽ ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ വിടത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ രോഗം വന്ന് വീട്ടിനകത്ത് അസ്വസ്ഥതയും, വീട്ടിനകത്ത് ഇങ്ങനെ നേർച്ചകളും കാഴ്ചകളും ഒന്നും ഇട്ടിട്ട് ഒരു സൗഖ്യവും വന്നില്ല. അങ്ങനെ ഒത്തിരി മെഡിസിൻസ്, ആ സമയത്ത് മെഡിസിൻസ്, അലർജിക്കുള്ള മെഡിസിൻസ്, ഡോക്ടർ എന്തോ പറയുന്ന അതിനനുസരിച്ച് എൻ്റെ ടോൺസിൽസ് ഓപ്പറേറ്റ് ചെയ്തു. ഒന്നിനും ഈ രോഗത്തിന് സൗഖ്യമാകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പം മമ്മിക്ക്, എൻ്റെ ഫാദറിന് അപ്പോഴത്തേനും എൻ്റെ ഫാദർ കുവൈറ്റിന് പോകാൻ ഇട വന്നു. അതിനുശേഷം 1 year ശേഷം മമ്മിയും എൻ്റെ ഏറ്റവും ഇളയ ആങ്ങളെയും കുവൈറ്റിന് പോകാൻ ഇട വന്നു. അപ്പം അപ്പോഴത്തേക്കിന് എൻ്റെ BSc ഫസ്റ്റ് ഇയർ ആയി ഞാൻ ആ സമയത്ത്, അത്രയും ടൈമിനകത്ത്. ആ സമയത്ത് ഈ വീട്ടിലെ ഭാരങ്ങളും നമ്മുടെ പുരയിടം നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ, ഇളയത്തുങ്ങളെ നോക്കുക, അമ്മച്ചി അപ്പച്ചനെ നോക്കുക, ഈ വലിയ റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കേണ്ടി വന്നു.
സോ അത് ഭയങ്കരം, എന്താ പറയുന്നേ, ആ ഒരു ഏജില് അച്ചാനക് നമ്മുടെ കയ്യിലോട്ട് ഈ ആ, സ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വന്നപ്പോൾ എനിക്കത് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം അമ്മച്ചി എപ്പോഴും പറയും, ഒരു ദേശം ഭരിക്കാൻ മോനെ വീട് ഭരിക്കാൻ വലിയ പാട്. എൻ്റെ അമ്മച്ചി എനിക്ക് ഭയങ്കര ഒരു വലിയൊരു പ്രെയർ വാരിയർ എൻ്റെ അമ്മച്ചി. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഈ പ്രഭാത പാട്ടുകൾ പാടുന്നതും വേദോസം വായിക്കുന്നതും എൻ്റെ അമ്മച്ചി പാടുന്ന ഇന്നും എനിക്ക് കാണാപ്പാടം ആ പാട്ടൊക്കെ. അമ്മച്ചി ഇരുന്ന് പാടി എന്നെ കേൾപ്പിച്ചും ഞങ്ങൾ ആ പാട്ട് കേട്ട് പഠിച്ചതുമൊക്കെ. ആ സമയത്ത് ആഹ് ഈ ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കോളേജിൽ പോകണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, അങ്ങനെയൊക്കെ. പക്ഷേ ദൈവം അതെല്ലാം ഹാൻഡിൽ ചെയ്യാനും അന്നും എനിക്കറിയത്തില്ല. അന്ന് ആ സിസ്റ്റർ മേരി ഗോവറിന്റെ പ്രസംഗമൊക്കെ കേട്ട് ആ സമയം മുതൽ രാത്രിയിൽ 3 മണിയാവുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു. അതിന്നും ഞാൻ ആ ഹാബിറ്റ് എൻ്റെത് മാറിയിട്ടില്ല. അന്നും ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങളിപ്പം പിള്ളേർ നനച്ച് വീട്ടില് പിന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. പിന്നെ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യാൻ. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു തരേണ്ട സമയത്ത് മമ്മിയെ കൂടില്ല. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോയി. പക്ഷേ അന്നും ഞാൻ എൻ്റെ ദൈവത്തോട് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനൊരു റിലേഷൻ ദൈവമായിട്ട് എനിക്ക് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എൻ്റെ 21-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണ സമയമായപ്പം എൻ്റെ മമ്മി തിരിച്ചു വന്നു. എൻ്റെ കല്യാണം 21-ന് 21-ാമത്തെ വയസ്സിൽ കല്യാണം നടന്നു. ആ കല്യാണ സമയം എന്ന് പറയുന്നത് അതും ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവമേ എങ്ങനെ, എനിക്കറിയത്തില്ലല്ലോ, അന്നും യാക്കോബായുടെ ആ ഒരു കെട്ടിലാ പോകുന്നത്. പക്ഷെ ആരും പറഞ്ഞു തരാനില്ല, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തിലുള്ള വീട് വേണമെന്ന് പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കുന്നവരാണെങ്കിൽ. ഇതൊന്നുമല്ല, എനിക്കൊരു ജ്ഞാനം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് തരണേ എന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം ഞാൻ വിചാരിച്ചതിനപ്പുറമായിട്ട് ദൈവം എനിക്കെന്ത് നല്ല പ്രപ്പോസൽ തന്നു. നല്ലൊരു ഹസ്ബൻഡിനെ ദൈവം തന്നു, നല്ല വീട്ടുകാരെയും ഒക്കെ തന്നു ദൈവം. അങ്ങനെ ആ കല്യാണമൊക്കെ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഇവിടോ ശാന്തിയില്ല എന്നാൽ ഇനി അവിടെ ചെന്ന് കർത്താവെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പക്ഷെ ഓരോ ദിവസവും ഓരോരോ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഈ റബ്ബറിന്റെ ഈ കറ എടുക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പം വീണ്ടും എനിക്ക് ഈ ശ്വാസം മുട്ടല് കൂടാൻ തുടങ്ങി. അപ്പം ഒരു കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം ആണെങ്കിൽ അതിനുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. എന്തെല്ലാം ഞാൻ അനുഭവിക്കാമോ അതെല്ലാം ഞാൻ അനുഭവിച്ചു. പക്ഷേ എനിക്ക് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ആരെന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. ഞാൻ സഹിക്കുമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ഡിസിഷൻ ദൈവസന്നിധിയിൽ വെച്ചു. കഷ്ടമായാലും നഷ്ടമായാലും ഒരു വേർഡ് ഞാൻ എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു. നീ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് തന്ന വീട്ടിനകത്ത് എന്ത് പ്രോബ്ലം വന്നോ അത് എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഞാനത് എൻ്റെ വീട്ടുകാരോട് ഷെയർ ചെയ്യത്തില്ലെന്ന് ഞാൻ ഒരു കാര്യം നിർണയിച്ചു. അങ്ങനെ ആ ഡിസിഷൻ ഞാൻ എടുത്തു. ഞാൻ അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു. ഈ ശ്വാസം മുട്ടൽ അവിടെയും ഉണ്ടായി. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒത്തിരി ഞാൻ അനുഭവിച്ചു. പക്ഷേ എന്തു വന്നാലും ആരൊക്കെ എന്തു പറഞ്ഞാലും എനിക്ക് അച്ഛൻ എപ്പോഴും സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്നെ ഒരു വാക്ക് പോലും പറഞ്ഞ് എന്നെ ഹേർട്ട് ചെയ്യത്തില്ലായിരുന്നു. ആരെന്ത് പറഞ്ഞാലും എനിക്കെപ്പോഴും സപ്പോർട്ടായിരുന്നു. ആ സമയത്തും കല്യാണം കഴിഞ്ഞ ആ സമയത്തും ഒക്കെ ഞാൻ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ജെസ്സി രാത്രിയിൽ എണീറ്റ് പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞാൽ പകലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കണ്ട, അത് അച്ഛന് എപ്പോഴും എന്നെ വഴക്ക് പറയും. അതിന് ഞാൻ എണ്ണീറ്റിരുന്ന് ആ സമയത്ത് ഞാൻ എണ്ണീറ്റിരുന്ന് പ്രാർത്ഥിച്ചെ. പക്ഷെ കർത്താവ് എത്ര നല്ലവനാണെന്നറിയാമോ? നമ്മൾ ഇന്നസെന്റ്ലി പ്രാർത്ഥിച്ചാലും, അന്ന് യാക്കോബയില്ലേ
പൊട്ടിക്കാ കുറയ്ക്കാന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ, പഴയ ആൾക്കാർ ആ വേർഡ് പറയുന്നത് ഞാൻ ഇന്ന് ഓർക്കുക. എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളിപ്പം അടുക്കളയിരുന്ന ഒരാളോട് സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്നത്. കർത്താവേ, എനിക്ക് അങ്ങനെ ആയിരുന്നു, എനിക്ക് ഒത്തിരി വിഷമോ, ഇന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അപ്പം ഞാൻ എന്താ അങ്ങനെ ഒരു ഇന്നസെന്റ് ബേബി എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ ഞാൻ സംസാരിക്കുന്നു. പക്ഷേ ഞാൻ ഇന്നും ഓർക്ക, എൻ്റെ കർത്താവ് എത്ര നല്ലവനായിട്ട് എൻ്റെ കൈ പിടിക്കുന്ന പോലെ എന്നെ ആശ്വസിപ്പിക്കുന്ന ശബ്ദങ്ങൾ എന്നെ കേൾപ്പിക്കുമായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾക്ക് ഒരു ആശ്വാസത്തിന് നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ അമ്മയോട് കഹാനികൾ പറയും, നമ്മുടെ കഥകൾ പറയും. ഞാൻ എൻ്റെ അമ്മയോട് ഇന്ന് വരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ കംഫർട്ട് ചെയ്യുന്ന ഒരു വേർഡ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് സംസാരിച്ചിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം അന്ന് ആ ഒരു സമയത്ത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായി. മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ജെസ്സി BSc നഴ്സിങ്ങിന് പോകണം, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കുട്ടിയെ വേണമെന്നുള്ള പ്ലാനിങ് ചെയ്യലെന്ന്. അപ്പം ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു കുഞ്ഞിനെ തന്നു. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഒത്തിരി സ്ട്രിക്റ്റാ, ആർക്കും അടുക്ക പോലും നിന്നൊന്നും സംസാരിക്കത്തില്ല, അങ്ങനെ ഒരു ഭയങ്കര സ്ട്രിക്റ്റാ ആള്. ഞങ്ങളൊക്കെ കയറി വന്നാൽ ഞങ്ങൾ ഗേറ്റിൻ്റെ അതുവഴി കയറി വന്നാലും ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ കയറി, പപ്പ അവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ ആ സൈഡിൽ കൂടെ വരത്തില്ല, ബാക്ക് സൈഡിൽ കൂടെ കയറി വരും. അങ്ങനെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയ ആളായിരുന്നു. അപ്പം ഞങ്ങൾക്ക്, എനിക്ക് എൻ്റെ ഹസ്ബൻഡും എന്ത് പറയുമെന്ന് ഓർത്ത് ഞങ്ങൾ എന്തോ ചെയ്തു, ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടി മെഡിസിൻ കഴിച്ചു. മെഡിസിൻ, അപ്പം ഞാൻ യാക്കോബയില്ല, ബൈബിള് ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ, എനിക്കറിയത്തില്ല അതെങ്ങനെ വായിക്കണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ എന്താ, കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആ മെഡിസിൻ കഴിച്ചു. പക്ഷേ ആ മെഡിസിൻ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ കരയാനൊക്കത്തില്ല അവിടെ. ആ ചേനെ കാങ്കയും കരഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ഞാൻ ബാത്റൂമിനകത്ത് പോയിരുന്ന ആ മെഡിസിൻ എടുത്ത് കഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എത്ര പോയിസണസ് മെഡിസിൻ ആയാലും യേശുവിൻ്റെ നാമത്തിൽ ഇതിന് എഫക്റ്റ് വരത്തില്ല. അതിനൊരു എന്താ പറയുക, ഒരു വീര്യമില്ലാത്ത ഒരു മെഡിസിനായി പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ മെഡിസിൻ കഴിച്ച് അച്ഛന് 9 മാസം ബൈക്കിൽ എന്നെ കൊണ്ടുപോയി, ഈ കുട്ടിയെ വേണ്ട എന്നുള്ള രീതിയിൽ 9 മാസം കോളേജിൽ കൊണ്ടുപോയി വിടുന്നതും, സെക്കൻഡ് ഇയർ അപ്പം കോളേജിൽ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്ന എല്ലാം ഈ ബൈക്കിലാണ്. പക്ഷേ എന്തിനാ പറയുന്നത്, ലേബർ റൂമിൽ വരെ കർത്താവ് എന്നെ കാത്ത് സൂക്ഷിച്ച് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, ഈ ഡോക്ടറെ ആകാവൂ, ലേബർ റൂമിൽ വേറെ ഒരാൾക്കാരും കാണരുത്, ഈ നേഴ്സേ കാണാവൂ, ഇതൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. രാത്രിയിലേ ആകാവൂ. ദൈവം അതെല്ലാം എൻ്റെ പ്രാർത്ഥന കേട്ടു. നോർമൽ ഡെലിവറി. അപ്പം എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്, എനിക്കത് എക്സ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ പറഞ്ഞ ആൾക്കാരുണ്ട്, ഈ ശ്വാസം മുട്ടലുകാരിയെ കൊണ്ടെന്ന് പിന്നെ ലേബർ റൂമിൽ കയറിയ ശ്വാസം മുട്ടൽ കൊണ്ട് ഈ കുട്ടി ഉണ്ടാകത്തില്ല. ഓക്കെ, ഞാൻ അതും കേട്ടു. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്, പക്ഷെ എൻ്റെ ദൈവം ആരാന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, നോർമൽ ഡെലിവറി, കുട്ടി ജെസ്സി ബോയ, നല്ല കുട്ടിയാ നിനക്ക് ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ കൈയുണ്ടോ, കണ്ണ് കാണുന്നുണ്ടോ, ഈച്ച് ആൻഡ് എവരി ഓർഗൻസ് നല്ലതാണെന്നോ. അപ്പൊ ഡോക്ടറിനും സർപ്രൈസ്, ഇതെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്, ജെസ്സി നിനക്ക് പെർഫെക്റ്റ് ഒരു നല്ല കുഞ്ഞിനെ ദൈവം തന്നേന്ന്. സോ ഞാൻ അന്നേരം ഓർക്കുക, കർത്താവ് ഏത് മെഡിസിൻ കഴിച്ചിട്ടും കർത്താവ് ഒരു കുട്ടിയെ തരണമെന്ന് വെച്ചാൽ ദൈവം അതിനകത്ത് എന്ത് പ്രോബ്ലം വന്നാലും കർത്താവ് തരാനുള്ളത് നമുക്ക് തന്നിരിക്കും. അപ്പം നോർമൽ ഡെലിവറി ആ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടൽ ഒന്നും ഉണ്ടായില്ല, ഒരസുഖം ഒന്നും ഉണ്ടായില്ല. ഞാൻ നല്ലൊരു കുട്ടിയെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ വിഷയങ്ങളും സക്സസ് ആയി കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഇങ്ങനെ റോഡ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. പക്ഷേ അതെനിക്ക് അങ്ങോട്ട് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ആ ജോലി എന്ന് പറയുന്നത്
വലിയ ബില്ലൊക്കെ പാസ്സാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ കുപ്പികളൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ അവർക്ക് കൈക്കൂലി കൊടുക്കണം. അതൊക്കെ എനിക്ക് കേട്ടപ്പോൾ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആ കുഞ്ഞ് ജനിച്ചു നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ ഫാസ്റ്റിംഗ്. അങ്ങനെ 28 ദിവസം ഫാസ്റ്റിംഗ് എടുത്തപ്പോൾ ഇവര് ഈ യാക്കോബായിൽ ഒരു ചടങ്ങുണ്ടല്ലോ, 28 ദിവസം ആകുമ്പം കാണാൻ വരുന്നത്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, ജെസ്സി ഞാൻ ആ ജോലി അങ്ങ് വിട്ടു. പക്ഷെ ഞാൻ പറയുന്നില്ല ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുക, ഞാൻ പ്രാർത്ഥിക്കുക എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ ജോലി വിട്ടത് 1 ഇയർ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചു. എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്റ്റാമറിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ സ്റ്റാമറിങ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് പോലും അജയന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കും, ജെസ്സി നീ ഇത് കണ്ടില്ലായിരുന്നോ? അപ്പം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് പ്രപ്പോസൽ വന്നപ്പം നിനക്കൊരു വീക്ക്നെസ് ഉണ്ട്, നീ പിന്നെ ഇതിനെ എന്തിനാ നീ വീക്കായിട്ട് എടുക്കുന്നേ? അപ്പം ഞാനത് ഒരു വേർഡ് പോലും മറുത്തു പറഞ്ഞില്ല. അപ്പം അജയൻ ഒരു പബ്ലിക്കായിട്ട് നിന്ന് ഒരു മനുഷ്യരോട് സംസാരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അജയനോട് ഞാൻ പറഞ്ഞു പാസ്പോർട്ട് എടുക്കണമെന്ന്. അപ്പൊ അജയൻ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് ഒരു മനുഷ്യരെ കണ്ടാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെ എങ്ങനെ പാസ്പോർട്ട് എടുക്കും? ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ പാസ്പോർട്ട് എടുക്കും, ദൈവം അതിനുള്ള വഴി തുറക്കും. പക്ഷേ പാസ്പോർട്ട് എടുത്തു. 1 ഇയർ കഴിഞ്ഞപ്പോൾ അച്ഛന് മസ്കറ്റിന് പോകാൻ ദൈവം ഒരു ചാൻസ് കൊടുത്തു. അച്ഛൻ്റെ ഒരു കസിൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ DPharm പഠിക്കാൻ അച്ഛൻ കൊണ്ട് ചേർത്തു. ഞാൻ DPharm പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോന് എൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ, ഞാൻ ഹോസ്റ്റലിൽ. അപ്പൊ കല്യാണം കഴിഞ്ഞ് ആ ഒരു വർഷമേ ഞാൻ അച്ഛൻ്റെ കൂടെ കണ്ടിന്യൂസ് നിന്നുള്ളൂ. ബാക്കി സമയമെല്ലാം ഞങ്ങൾ ഇങ്ങനെ മൂന്നിടത്താണ്. അത് മെന്റൽ പീസിനെ നമ്മളെ അങ്ങ് വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സമയം. അങ്ങനെ അച്ഛൻ ഗൾഫിന് പോയി. അവിടെ ഒരു ഒത്തിരി ആൾക്കാരെ നോക്കുന്ന ഒരു സൂപ്പർവൈസറായിട്ട് ജോലി നോക്കുമായിരുന്നു. അപ്പൊ എന്നോട് പലപ്പോഴും പറഞ്ഞു ഞാൻ തിരിച്ചു വരും, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പോയത് പോയി, ഇനിയും തിരിച്ചു വരുന്നത് ദൈവത്തിന്റെ ഹിതമല്ലാതെ തിരിച്ചു വരരുത്. പക്ഷെ അച്ഛൻ അവിടെ മസ്കറ്റില് വർക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അച്ഛൻ എന്നോട് പറയാ, അയ്യോ ഞാൻ ഓർത്തേ ഇല്ല അതും ഇവിടെ സുഖമായിട്ട് ജീവിച്ച ആളാ. ലോറി ഉണ്ടായിരുന്നു, പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല, പൈസ നല്ലതായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരു വർഷം ജോലി ഇല്ലാതെ നിന്ന് കഷ്ടപ്പെട്ടു. പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, കഷ്ടപ്പാടെല്ലാം സഹിച്ച ഈ മസ്കറ്റിലെ പോക്ക്. അപ്പൊ അവിടെ നിൽക്കാൻ ദൈവം ഒരു ട്രെയിനിങ് പീരീഡ് ഈ 1 ഇയറിൽ ജോലി ഇല്ലാത്തതിന്റെ അവസ്ഥ അച്ഛനെ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഈ മോനും ഇവിടെ നാട്ടിലൊരു അഡ്മിഷൻ കിട്ടി. ഞാൻ മുത്തൂറ്റ് എൻ്റെ DPharm കഴിഞ്ഞ് മുത്തൂറ്റ് 2 ഇയർ വർക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതെൻ്റെ ഒരു മറക്കാൻ വയ്യാത്ത ഒരു എക്സ്പീരിയൻസാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജോലിക്ക് പോകുമ്പോൾ 1 അവർ നേരത്തെ പോകുമായിരുന്നു. എല്ലാ മുറികളിലും, എനിക്ക് കിട്ടുന്ന മുറികളിലൊക്കെ കയറി ഇന്ന് പ്രാർത്ഥിക്കാനും പിന്നെ പേഷ്യൻസിനോട് സംസാരിക്കാനും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ജോലിയായിരുന്നു ആ ഹോസ്പിറ്റലിലെ ജോലി. പക്ഷെ 2 വർഷം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ ഒത്തുള്ളൂ. പിന്നെ തിരിച്ച് ചെയ്യാൻ മോനെ പഠിപ്പിക്കുകയും അവനെ നോക്കേണ്ട അവസ്ഥ വന്നപ്പം ആരും അവനെ നോക്കാനില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അത് വിടേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 7 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു മോളുണ്ടായത്. നമ്മള് അന്ന് മരുന്ന് കഴിച്ചപ്പം മരുന്ന് കഴിച്ചു എന്ന് ഓർത്തു. പക്ഷെ അത് കർത്താവ് നോക്കി വെച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി കൺഫസ് ചെയ്തു. ഒരു ദിവസം ഒത്തിരി ഞാൻ ഇരുന്ന് കരഞ്ഞ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, കർത്താവെ അതൊക്കെ ഹോളി സ്പിരിറ്റ് എന്നെ തൊടുവാന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ക്ഷമ ചോദിച്ചു. അങ്ങനെ മോളുണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബറോഡയിലോട്ട് വരാന് ദൈവം ഒരു അവസരം തന്നു. ആരുടെ അനുവാദം ഇല്ലായിരുന്നു. ഓൺലി അച്ഛൻ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്തു. എനിക്കൊന്നേ ആശയമുള്ളായിരുന്നു, എൻ്റെ മക്കളെ 2 പേരെയും കർത്താവിന് ഇഷ്ടമുള്ള ഒരു മക്കളാക്കി വളർത്തണം. അത് വേണമെങ്കിൽ ഈ കെട്ടിനകത്തുനിന്ന് എൻ്റെ കൊച്ചുങ്ങളെ മാറ്റി താമസിപ്പിച്ചേ പറ്റത്തുള്ളൂ.
അങ്ങനെ 2000 ഞങ്ങൾ ബറോഡയിൽ വരാൻ ദൈവം എൻ്റെ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്ന അങ്കിൾ നിമിത്തം എനിക്ക് സഹായിച്ചു. ബറോഡയിൽ വന്നു കഴിഞ്ഞ് കർത്താവ് നാട്ടില് എന്തൊക്കെ അനുഭവിച്ചോണ്ട് അതിൻ്റെ ഡബിളും ത്രിബിളും ഞാൻ ഇവിടെ ബറോഡയിൽ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ വന്ന് താമസിച്ച എൻ്റെ അങ്കിളുടെ വീട്ടിൽ 2 മാസം താമസിച്ചു. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്കിളൊക്കെ യഹോവ വിറ്റ്നസ്സുകാരാണ്. അപ്പം അതും എനിക്കറിയത്തില്ല, അതിൻ്റെ എന്തുവാ കുഴപ്പം എന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എത്ര എത്ര പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. ബിക്കോസ് അത്രമാത്രം ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം എന്നെ നടത്തിയ വിധങ്ങള് അവിടെ താമസിച്ചതും ഇച്ചിരി പ്രയാസമായിരുന്നു. പക്ഷേ എങ്കിലും മോനെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ ദൈവം സഹായിച്ചു. ആ സമയത്ത് ഒരു മാസത്തോളം ഞാൻ ഇവിടുത്തെ ഒരു യാക്കോബ ചർച്ചിനകത്ത് പോകാൻ ദൈവം എന്നെ സഹായിച്ചു ഇങ്ങനെ. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിനകത്ത് ഒരു പീസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആ പോക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു നല്ല ചർച്ച് നീ എന്താ എന്നിൽ ആഗ്രഹിക്കുന്നേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ ഒരു 7 വീട് മാറേണ്ടി വന്നു. ഓരോ വീടുകളും തന്നെത്താനെ മാറണം. പിന്നെ പുതിയൊരു സ്ഥലത്ത് വന്നു, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ആദ്യമൊക്കെ ഭാഷ ഒരു പ്രോബ്ലം ആയിരുന്നു. ഞാന് ഓട്ടോയിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ഞാൻ എത്രയോ പ്രാവശ്യം ബാലൻസ് ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. ബാലൻസ് എനിക്ക് എണ്ണാൻ അറിയത്തില്ല, എത്ര ഉണ്ടെന്ന് അവരോട് ചോദിക്കാൻ അറിയാത്തത് കൊണ്ട് അതങ്ങ് വിട്ടു കളയുമായിരുന്നു. സബ്ജി മേടിക്കാൻ പോയാൽ സബ്ജിയുടെ ഓരോ പേരുകളും ഞാൻ അവരോട് ചോദിക്കും. 500 ഗ്രാം എന്താ, പിന്നെ 1/2 കിലോ എന്ന് പറഞ്ഞാൽ എന്താ, 1 കിലോ പറഞ്ഞാൽ എങ്ങനെയാ, ഇതെല്ലാം ഞാൻ ചൂണ്ടി അവരോട് ചോദിച്ചിവരെ ഞാൻ പഠിക്കുമായിരുന്നു. അന്ന് ഈ കൊച്ചുങ്ങളെല്ലാം 2 പേരും കൊച്ചതാ. എനിക്ക് ഇറങ്ങി പോകാനും മറ്റുള്ളവർക്കൊക്കെ പോകാൻ ഒരു ഫ്രീ ഇല്ല. ആ സമയത്താ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങള് ഒരു ചർച്ച് ദൈവമേ നീ എനിക്ക് തരണേ എന്ന് പറഞ്ഞാണ് ഫെലോഷിപ്പ് ഓഫ് ലവ് എനിക്ക് വഡോദരയിലെ ചർച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ആയത്. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ പാസ്റ്ററിന്റെ വൈഫ് എപ്പോഴും എന്നെ വന്ന് കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, വചനം ഷെയർ ചെയ്യുന്നു. ഈ വചനമൊക്കെ അന്നേരമായി എനിക്ക് മനസ്സിലായിരുന്നു ഈ വചനത്തിന്റെ ആഴം എന്തുവാന്നു, വചനം എന്തുവാന്നു, സ്നാനം എന്തുവാന്നു, ഇതൊക്കെ. പിന്നെ ആ സമയത്ത് എനിക്ക് ഒരു കാര്യം, എല്ലാം വചനം ഞാൻ കേൾക്കും, എല്ലാം ഞാൻ എഗ്രി ചെയ്യും, പക്ഷെ സ്നാനം മാത്രം എന്നോട് പറയില്ല. എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സ്നാനപ്പെടണമെന്ന് മാത്രം എന്നോട് പറയരുത്. അങ്ങനെ ഈ ചർച്ചിന്റെ മെയിൻ ആള് മാത്യു ചെറിയാന്റെ ബ്രദർ ദാനിയൽ അങ്കിൾ എപ്പോഴും വരുമായിരുന്നു അവിടെ വന്ന് എന്നോട് സ്നാനപ്പെടുന്നത്. പിന്നെ ഒത്തിരി പ്രാവശ്യം അത് വരുമ്പോൾ ഞാൻ പിള്ളേരോട് അമ്മ ഇവിടെ ഇല്ലെന്ന് അങ്ങ് പറഞ്ഞേക്കാമോ, അങ്ങനെ. സോ പലപ്പോഴും അങ്ങനെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കർത്താവ് സ്നേഹിക്കുന്ന ആളിനെ ദൈവം എവിടെ പോയാലും എങ്ങനെയായാലും പിടിക്കും. ഞാൻ ഒരു പ്രാവശ്യം ചർച്ചിനകത്ത് ഒരു ഓൾട്ടർ കോളിൽ ഞാൻ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരോടും ചോദിച്ചില്ല, പക്ഷെ എൻ്റെ ഉള്ളിനകത്ത് ഒരു പ്രേരണ തന്ന് ഞാൻ ഓടിപ്പോയി നിന്ന് സറണ്ടർ ചെയ്തു. അന്ന് ബാപ്റ്റിസത്തിന് ഞാൻ 2001 എൻ്റെ ബാപ്റ്റിസം ഞാൻ എടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുകയോ മറ്റുള്ളവരോടൊന്നും ഞാൻ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ആരും എനിക്ക് എതിർപ്പൊന്നും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എപ്പോഴും ഇന്നും എല്ലാ കാര്യത്തിനും എപ്പോഴും സപ്പോർട്ടാണ്, ഏത് കാര്യത്തിനും. അങ്ങനെ 2001 പിന്നെ 2003 എൻ്റെ മോനും ഹസ്ബൻഡും ബാപ്റ്റിസം എടുത്തു. 2012 എൻ്റെ മോള് ബാപ്റ്റിസം എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിലായി. പക്ഷേ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആഹാരം ഇല്ലാതെ എങ്ങനെ കഴിയണം, പൈസ ഇല്ലാതെ വന്നാൽ എങ്ങനെ കഴിയണം, ഫാൻ ഇല്ലാതെ എങ്ങനെ ഉറങ്ങണം, തലവണ ഇല്ലാതെ എങ്ങനെ ഉറങ്ങും, രോഗങ്ങൾ 2 പേർക്കും കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നു. രാത്രിയിലും പകലും എല്ലാം ഇവരെയും കൊണ്ട് ആശുപത്രി പോകണം. സ്കൂളിൽ നിന്നുള്ള കംപ്ലൈൻസ് ഇവരെയും കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ കംപ്ലൈൻസ് ആരോടും പറയാനില്ല.
ചർച്ചിൽ എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ പാസ്റ്ററും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ അതിനെല്ലാം ഒരു ലിമിറ്റില്ലേ. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസം എനിക്ക് ഒത്തിരി വീക്ക് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരം ദേഷ്യക്കാരി, ആരുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല. കേരളത്തിന്റെ ആ സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും എല്ലാം അന്നും ഈ ബറോഡായി വന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു. ചർച്ചിൽ പോവുക, തിരിച്ചു വരിക, ആരുമായിട്ടും കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല. ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. ആരും ഇല്ലല്ലോ. ഈ ഫ്രസ്ട്രേഷൻ മൊത്തം തീർക്കുന്ന എൻ്റെ മോനോടായിരുന്നു. ഇന്നും ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യും. ഒത്തിരി അടിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ചൂരവടി കൊണ്ടുവരും. ചൂരവടി കൊണ്ടുവന്നിട്ട് ചൂരലയില് എണ്ണ തേക്കും. തേച്ചിട്ട് ഞാൻ അവനെ അടിക്കും. ഞാൻ പറയും 4 മാർക്ക് എന്തിയെ, 2 മാർക്ക് എന്തിയെ. ഞാൻ അവനെ അച്ഛൻ കൂടില്ലാത്തത് കൊണ്ട് എല്ലാം ഫേസ് ചെയ്യാനും 4 വശത്തോട്ട് വരുന്ന പ്രതികൂലങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒത്തിരി അടിച്ചിട്ടുണ്ട്. ഒടുവിൽ അവന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ ഇച്ഛ മൊത്തം അവൻ ഹൈ ഡിഗ്രിയിൽ പോകണം പഠിക്കാൻ, അവൻ ഹയസ്റ്റ് മാർക്ക് മേടിക്കണം. എഡ്യൂക്കേഷൻ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് എൻ്റെ ആശകളെ എന്നെ മെനഞ്ഞെടുക്കാൻ വേണ്ടി അവനെ ശരിക്ക് ദൈവം ഉപയോഗിച്ചു. അങ്ങനെ 12ാം ക്ലാസ്സിൽ അവന് ബോർഡ് എക്സാമിന് 1 month ബിഫോർ ഇവിടെ ഒരു ഉത്തരായൻ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ ATM പോയി ഇച്ചിരി പൈസ എടുക്കൊണ്ട് വരണം. അപ്പം ഉത്തരായൻ എന്ന് പറയുന്നത് 13, 14, 15 ഇവിടുത്തെ ഉത്തരായൻ്റെ ഫെസ്റ്റിവലിന്റെ ഡേറ്റ്സ് ആണ്, ജനുവരി ടൈം. അന്നേരം ഞാൻ പറഞ്ഞു, ഇവിടൊക്കെ മകരസംക്രാന്തി എന്നൊക്കെ, സംക്രാന്തി എന്നൊക്കെ ബോംബെയിലൊക്കെ പറയും. അതെ അതെ അതെ, ബോംബെയിലൊക്കെ പട്ടം പറപ്പിക്കുന്ന ഉത്സവമുള്ള, മഹാരാഷ്ട്രയിലൊക്കെ ആ ഉത്സവമുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ എല്ലാം സേഫ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞ് അവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുത്തെല്ലാം മഫ്ലറും ഉണ്ട്, എല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പ്രിക്കോഷനിൽ അവൻ പോയി, ആക്റ്റീവ എടുത്ത് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഈ ഡയറക്ഷനിൽ കൂടെ പോ, അപ്പൊ അവിടെ ഈ കയറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് പോയിട്ട് വരാമെന്ന്. പക്ഷേ കുറച്ചേറെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവന്റെ എതിർ സൈഡിൽ കൂടെ ഒരു ലോറി വരുന്നുണ്ട്. ഈ വളരെ കനം കുറഞ്ഞ ഒരു നൂല് പോലത്തെ ഒരു സാധനം. ആ നൂലെന്ന് പറയുന്നത് ഗ്ലാസ് കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന നൂല. കാരണം വേറെ പട്ടത്തിനെ കട്ട് ചെയ്യണമെങ്കിൽ ഇത് നല്ല ഷാർപ്പായിരിക്കണം. അപ്പം അതിങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ തുടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതെ, അതായത് ഈ പട്ടം പറത്തുന്ന ഉത്സവമാണ്. ഇപ്പോൾ ഈ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന നൂലെന്ന് പറഞ്ഞാൽ പിള്ളേർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. വേറെ ഒരാളുടെ പട്ടം, ആ പട്ടത്തിൻ്റെ നൂല് കട്ട് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വിടണമെങ്കിൽ നമ്മൾ പറത്തുന്ന പട്ടത്തിൻ്റെ നൂല് വളരെ ഷാർപ്പായിരിക്കണം. അത് സാധാരണ നൂലല്ല, അത് ഇമ്പോർട്ടൻ്റ് നൂലാണ്. എൻ്റെ അറിവ് അതൊരു തരം ചൈനീസ് ത്രെഡാണ്. അത് വളരെ ഹാംഫുൾ ആയതുകൊണ്ട് ഇന്ത്യയിൽ അത് ഇല്ലീഗലാണ്, നിരോധിക്കപ്പെട്ട സാധനമാണ്. ആ നൂല് ഉപയോഗിക്കരുതെന്നാണ് ഇവിടുത്തെ നിയമം. പക്ഷേ എന്നാലും മാർക്കറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും, പിള്ളേരത് വാങ്ങിക്കും. സിസ്റ്റർ പറഞ്ഞത് അത് ഈ ഗ്ലാസ് മിക്സ് ചെയ്തിട്ട് പശ, ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മിക്സ് ചെയ്തിട്ട് പശ അതിൽ ഒട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന പ്രത്യേക നൂല, ഭയങ്കര ഷാർപ്പാണ്. പറയാം സിസ്റ്റർ, ഞാൻ പ്രേക്ഷകർക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ആ ത്രെഡ് ജെറിന്റെ കഴുത്തിൻ്റെ അവിടോട്ട് വന്ന് കുരുങ്ങി അങ്ങ് സ്ലിറ്റായി. അപ്പം സ്ലിറ്റായപ്പം അത് ജെറിന് മനസ്സിലാവുന്നില്ല,
പെട്ടെന്ന് അങ്ങ് സ്ലിറ്റ് ആയതുകൊണ്ട് അവനത് മനസ്സിലായില്ല. പക്ഷേ ആ ബ്ലഡ് ആക്റ്റീവയുടെ മിററിലോട്ട് വന്ന് സ്പ്രിങ്കിൾ ചെയ്തപ്പോൾ എൻ്റെ കഴുത്തിന് എന്തോ പറ്റിയല്ലോ, ഒരു ഉറുമ്പ് കടിക്കുന്ന പോലാണ് അന്നേരം തോന്നിയത്. പക്ഷേ ഡീപ്പായിട്ട് ആ മുറിവുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പം മൊത്തം ടീഷർട്ട്, പച്ച ടീഷർട്ട് ആയിട്ടുണ്ട് പോയത്, മൊത്തം ബ്ലഡ് കൊണ്ട് നിറഞ്ഞു. അവൻ ആക്റ്റീവ ഒരു സൈഡിൽ നിർത്തി. നിർത്തി കഴിഞ്ഞ് വെച്ച് പലരോട് വെള്ളം ചോദിച്ചു. ആരും വെള്ളം കൊടുത്തില്ല. ബിക്കോസ് ആർക്കും ഈ റിസ്ക് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലം ആവുമല്ലോ എന്ന് വിചാരിച്ച് ആരും കൊടുത്തില്ല. അവൻ ഒറ്റ കയ്യിൽ ആക്റ്റീവ ഇങ്ങനെ കഴുത്തേൽ ഇതും കൈ വെച്ച് ആക്റ്റീവ ഓടിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പം ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. ഞാൻ പറഞ്ഞു, മോനെ വാഷ് ചെയ്തു എന്ന്. കാരണം അവൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ അവൻ നോക്കിയപ്പം, കണ്ണാടിയിൽ നോക്കിയപ്പം നല്ല മുറിവാ. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഓടി. എൻ്റെ അയൽവക്കത്ത് ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു, കൊച്ചുമോൾ എന്നാ പേര്. കൊച്ചുമോളെ, എൻ്റെ മോനെ പെട്ടെന്ന് കൊണ്ടുപോകും, അവൻ്റെ കഴുത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അവള് ബൈലാനമിൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങുക. അപ്പം പറഞ്ഞു, ജസി ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ ഇപ്പം വരുന്നു എന്ന് പറഞ്ഞ് അവളുടെ റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ച് വണ്ടിയെടുത്ത് അവൾ കൊണ്ടുപോയി. പക്ഷെ എന്നെ ആരും കൊണ്ടുപോയില്ല. ഒരു 2 hours ഓപ്പറേഷൻ. അപ്പോഴത്തേന് ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് കാർത്തിക് എന്ന് പറയുന്ന പാസ്റ്ററും ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്തെ ആൾക്കാരൊക്കെ അവിടെ വന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നെ എല്ലാവരും കൊണ്ടുപോകുമ്പോൾ ജെറിന് ഇത്രയും പാക്കായിരിക്കുക കഴുത്ത് മൊത്തം. ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല, അതുപോലെ ജെറിനെ മൊത്തം പാക്ഡ് ആയിട്ട് വന്നു. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, കർത്താവേ, നീ വിശ്വസനും നല്ലവനുമായതുകൊണ്ട് ഇവിടുത്തെ ഒരു നരമ്പുണ്ട്, ആ നരമ്പിന്റെ സൈഡ് വരെ മാത്രം ചെന്ന് ബാക്കി നരമ്പെ തൊട്ടേയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് മരിച്ചില്ലാത്ത രീതിയിൽ കിടന്നുപോയതിനുമായിരുന്നു. അപ്പൊ ഡോക്ടർ ജെറിനോട് പറഞ്ഞു, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചു. അപ്പൊ ജെറിന് ഉടനെ പറഞ്ഞു, ഹി ഈസ് ലിവിങ് ഗോഡ്, എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാ, ആ ദൈവം എന്നെ ഹീൽ ചെയ്തു എന്ന് പറഞ്ഞു. 4 ദിവസം കൊണ്ട് എല്ലാ സ്റ്റിച്ചും. അപ്പോഴത്തേന് ഞങ്ങളുടെ ചർച്ചയെല്ലാം ഒറ്റ മനസ്സോടെ എല്ലാവരും പ്രാർത്ഥിക്കുക ജെറിന് വേണ്ടി. അപ്പം ആ 4 ദിവസം കൊണ്ട് ആ സ്റ്റിച്ച് ഉണങ്ങി. കുറെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു അല്ലേ സിസ്റ്ററെ? 117 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. 117 കുത്തിക്കെട്ട് എന്ന് അത്രയും പറഞ്ഞാൽ സൈഡിലെ മുറിഞ്ഞില്ലെങ്കിലും മുൻഭാഗത്തെല്ലാം മുറിഞ്ഞല്ലയോ? അല്ല, ഇവിടുന്ന് ഇത്രയും വരെ മുറിഞ്ഞു. അതിന് തലേദിവസം ഇവന്റെ ഇവിടെ ഇങ്ങനെ ഫ്ലഷ് ഒക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മോനെ, നീ വണ്ണം കുറയ്ക്കണം, നീ വണ്ണം കുറച്ചില്ലെങ്കിൽ നിന്റെ ശരീരമൊക്കെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു. അപ്പൊ ആ ഫ്ലഷ് ഉണ്ടായിരുന്നത് കൊണ്ട് അകത്തോട്ട് ഒത്തിരി അങ്ങ് ചെല്ലാൻ ഇട വന്നില്ല. ആ ഫ്ലഷ് അവനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ തിക്നെസ്. അങ്ങനെ അപ്പോഴത്തേന് എനിക്ക് കോള് വന്നു കഴിഞ്ഞു, ടീച്ചേഴ്സ് എല്ലാം മീറ്റിംഗ് കൂടുക, അവരുടെ 100% റിസൾട്ട് പോകും, നിങ്ങളുടെ കൊച്ചു ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോന് നല്ല മാർക്ക് മേടിക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര കോൺഫിഡൻസാ, അവൻ്റെ ഹയസ്റ്റ് മാർക്ക് മേടിക്കണം, നല്ല റാങ്ക് ഹോൾഡർ ആയിരിക്കണം, ഇതൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്നേ. അപ്പം ഓക്കെ അങ്കിൾ, നിങ്ങൾ എനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. ഞാൻ തിരിച്ചു വന്നു, പ്രാർത്ഥിച്ചു, മോനെ പരീക്ഷയ്ക്ക് ഇനി ഇത്രയും ദിവസമേ ഉള്ളെന്ന് പറഞ്ഞു. അതിനോടിടയ്ക്ക് അവൻ്റെ ഒരു മൊബൈല് ഹോസ്പിറ്റലിൽ നിന്ന് ആരാണ്ട് കൊണ്ടുപോയി, അത് വെച്ചിട്ട് മിസ്യൂസ് ചെയ്തു. അപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള്, നിന്റെ മോനെ ഇപ്പൊ വിളിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ സാറേ, അവന് ഇങ്ങനെ പാക്ക് ഇല്ല, അവനെ ഇപ്പൊ കൊണ്ടുവരണം. അന്ന് എൻ്റെ വീട്ടിനകത്ത് ഒരു സിസ്റ്റർ വന്നു. അവരുടെ റിലേറ്റീവ് ഒരു SI ഉണ്ടായിരുന്നു, നല്ല ഒരു പോസ്റ്റിലിരുന്ന ആള്. ആ ആളിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ, ഇത് അങ്ങനത്തെ പയ്യനല്ല, നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ട് അതിനകത്തുനിന്ന് ദൈവം അവനെ രക്ഷിച്ചു. ആ പരീക്ഷകൾ വരുന്നതാണ് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് നാട്ടിൽ പറയാനൊക്കത്തില്ല, നിങ്ങൾ ഉടനെ തിരിച്ചുവിടാവോ, നിങ്ങളോട് ആര് പറഞ്ഞു അവിടെ പോകാൻ. അപ്പം അതൊന്നും എനിക്കൊരു സഹായമില്ല, എനിക്കൊരു ഒരിടത്തുനിന്നും ഒരു ആശ്വാസമില്ല. അങ്ങനെയൊക്കെ വന്ന് എൻ്റെ മോനെ ഞാൻ പരീക്ഷ എഴുതിച്ചു. റിസൾട്ട് വന്നപ്പം ഫിസിക്സിനകത്ത് അവന് പോയി.
അത് എൻ്റെ അഭിമാനത്തെയും ഞാൻ എത്ര ആശ വെച്ചിരുന്നു അതിനെല്ലാം ദൈവം അങ്ങ് ബ്രേക്ക് ചെയ്തു. അന്നേരവും അവനെ അടിച്ചു. 3 മാസം വീടിന് വെളിയിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും പോയില്ല, ചർച്ചിലും പോയില്ല. ഞാൻ എല്ലായിടത്തും നിന്ന് എത്ര ഹേർട്ട് കിട്ടാമോ അതെല്ലാം ഞങ്ങൾ ഹേർട്ട് കിട്ടി. നാണം കേട് ആയി. പിന്നത്തെ പ്രാവശ്യം അവൻ എഴുതി നല്ല മാർക്കോടെ പാസ്സായി. അതുപോലെ MCAക്ക് അവൻ ചേർന്നു. MCA അവന് ചേർന്ന് പൈസ എല്ലാം കൊടുത്തു. ചാങ്കായ് യൂണിവേഴ്സിറ്റിയിൽ അവൻ പോയി. അവൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, അവിടെ വിഗ്രഹം ഒരു മൂർത്തി വെച്ചിട്ടുണ്ട്, അതിനെ ആരാധിക്കണം, ഇല്ലാത്തവരെ അവര് പണിഷ്മെന്റ് ചെയ്യുന്നു, അതെന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മയെന്ന് പറഞ്ഞു. അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. അതും നിരാശയായി എൻ്റേത്. അപ്പം ദൈവം ആ എഡ്യൂക്കേഷനകത്ത് എന്നെ നേരെയാക്കി, എൻ്റെ ആശയം നേരെ ദൈവം ഒരു നല്ല വെസലാക്കി എടുക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഓരോ രീതിയിലും ദൈവം അങ്ങനെ കൊണ്ടുപോയി. അപ്പം അവൻ്റെ സ്റ്റഡീസിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു. എങ്ങനെയൊക്കെയോ അവൻ MSW കരസ്ഥമാക്കി. അതിനകത്ത് അതിൻ്റെ ബാക്കിൽ അവനും ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ദൈവം അവനെ യൂസ് ചെയ്യാൻ വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അവനെ ഉപയോഗിക്കാൻ വേണ്ടി അവനെയും ദൈവം ഒത്തിരി കർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം എൻ്റെ കുഞ്ഞിനെ ദൈവം നടത്തി. അവനിപ്പോൾ യൂത്തിൻ്റെ മിനിസ്ട്രി, ICPFനകത്ത് ബ്ലോഗുകൾ എഴുതും, പിന്നെ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന് വചനം പറയും, എല്ലാം ചെറിയ ഒരു മീറ്റിംഗ് ഒക്കെ അവൻ കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ മോള് 10th സ്റ്റാൻഡേർഡിൽ അവള് ബോർഡ് എക്സാം എഴുതുന്നതിന് 1 മാസം മുമ്പ് അവള് സ്കൂളിൽ പോയത് ഞാൻ രാവിലെ കണ്ടു. മോളെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. തിരിച്ച് ഞാൻ നോക്കിയപ്പോ ഒത്തിരി ആൾക്കാർ അവളെ എടുത്തോണ്ട് വരുന്നു. ഞാൻ നോക്കിയപ്പോ കാലിന്റെ മുട്ടു മുതൽ താഴെ വരെ മൊത്തം വലിയ വലിയ ബോയിൽസ് പെട്ടെന്നുണ്ടായത്. ആ ബോയിൽസ് എന്ന് പറയുന്നത് ചുമന്നിങ്ങനെ തുടുത്തിരിക്കാതെ പൊട്ടുകയുമില്ല, പഴുക്കത്തുമില്ല, ഒന്നും ഒക്കെ അങ്ങനത്തെ ഒരു ബോയിൽസ്. അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. 3-4 ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരു തരത്തിൽ വേദന കുറയുന്നില്ല, ഇത് ചൊക്കുന്നുമില്ല. അങ്ങനെ 5ാമത്തെ ഡോക്ടറിനെ കാണാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ ഉപവസിക്കും, ഞാനും ഉപവസിക്കാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ രാവിലെ ബൈബിൾ എടുത്തപ്പം ഈ ഉസിയ രാജാവിന് മരിപ്പാറായി ആ ഒരു ടോപ്പിക് എനിക്ക് ദൈവം തന്നു. 2 കിങ്ങിനകത്തും ഉണ്ട് ഒരു ദൃഷ്ടാന്തം തന്നിട്ടുണ്ട്. അതുപോലെ യെശയ്യാ ചാപ്റ്റർ 38 ലാസ്റ്റ് പോർഷനകത്ത് പറഞ്ഞു യെശയ്യാ പ്രവാചകൻ ചെന്നിട്ട് ആ ബോയിൽസിലോട്ട് അത്തിപ്പഴക്കട്ട വെച്ച് പെരട്ടിയെന്ന്. സോ ഞാൻ കർത്താവേ ആ ബോയിൽസ് എന്ന ഒരു വേർഡ് ഞാൻ കണ്ടു. ആ ബോയിൽസ് എന്ന് കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് എന്നെ അങ്ങ് സ്ട്രൈക്ക് ആയി. എൻ്റെ മോടേതും ബോയിൽസ് അല്ലേ, അപ്പൊ അത്തിപ്പഴക്കട്ട പെരട്ടിയാൽ പൂമല്ലോ, ഫിഗ്. ഞാൻ ഒരു ഫ്രൂട്ട് കടയിൽ ഞാൻ പോയി ചെന്ന് ചോദിച്ചു എനിക്ക് ഈ ഫിഗ് ഉണ്ടോ. അപ്പൊ ആ ഫ്രൂട്ട് കടക്കാരൻ, ഫ്രൂട്ട് സെല്ലർ എന്നോട് പറയാം, അയ്യോ ഈ പഴം എൻ്റെ സീസൺ കഴിഞ്ഞു, പക്ഷെ ഇന്ന് ഇതിവിടെ വന്നു എന്ന് പറഞ്ഞു, അത് മാഡത്തിന് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല കർത്താവ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു മരുന്നിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അതിനെ പൾപ്പാക്കിയിട്ട് അതിനെ സ്ക്വീസ് ചെയ്തിട്ട് യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞു ഞാൻ ആ ബോയിൽസെല്ലാം പെരട്ടി. എനിക്കറിയത്തില്ല സിസ്റ്ററെ, എനിക്കറിയില്ല അത് പറയാൻ. ഇൻസ്റ്റന്റ് ഹീലിംഗ്. അത് മൊത്തം അത്തിപ്പഴ കട്ടയുടേതല്ല, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം പറഞ്ഞ് 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 ഞാൻ ആ ബോയിൽസ് മിനിറ്റ് കൊണ്ട് എൻ്റെ മോൾ എഴുന്നേറ്റ് നടന്നു. ആ നടപ്പെന്ന് പറഞ്ഞാൽ അവളെ ഇങ്ങനെ എടുത്താൽ ഞാനും ജെറിനും കൂടെ പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോവാ, തിരിച്ചുകൊണ്ട് രാവിലെ അങ്ങനെ ചെയ്തതാ ഞാൻ. എന്നിട്ട് 5ാമത്തെ ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുത്തേച്ചിരിക്കുക. ഞാൻ പറയാം ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു മോളെ ദൈവത്തിന്റെ ഒരു വലിയ ഹീലിംഗ് ആണ് നടന്നത്. യേശുവിൻ്റെ രക്തത്തിന് പവറുണ്ട്, അത് ജീവിക്കുന്ന രക്തമാണ്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ദൈവം ആ യേശുവിൻ്റെ രക്തം പറയുമ്പോൾ ഹീലിംഗ് ആന്ന് പറഞ്ഞു. അവള് ദൈവത്തെ സ്തുതിച്ചു. ആ സമയത്ത് ഞാൻ ഓർത്ത് കർത്താവേ എൻ്റെ മോൻ്റെ കൂട്ടുള്ള റിസൾട്ട് ആയിരിക്കുമോ, കാരണം റിവൈസ് ചെയ്യാൻ ഇനി ബാക്കി കിടക്കുന്ന ദിവസങ്ങളെല്ലാം കഴിഞ്ഞു.
പക്ഷേ നല്ല ഡിസ്റ്റിങ്ഷനോടെ മാർക്ക് കിട്ടി അവൾക്ക് പാസ്സാകാൻ ദൈവം അവളെ സഹായിച്ചു. മോളും ഇപ്പം കാനഡയിൽ അവൾ പഠിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് അവൾ കാനഡയിൽ ചെന്നതും. ഞാൻ പിന്നെ പാസ്റ്ററേയും സാൻഡി സിസ്റ്ററിനെയും ഞാൻ മറക്കത്തില്ല. ആ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് അതൊരു ഷെൽട്ടർ തന്ന് നല്ല കംഫർട്ടബിളായിട്ട് അവൾ അന്ന് വൈകിട്ട് ഫ്ലൈറ്റ് കയറി പോയത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ ഒരു ദിവസം, അന്നത്തെ ദിവസം ഞങ്ങൾ എങ്ങനെ വന്നു, എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അവിടെ നിന്ന് അമ്മച്ചിയെ മോനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇത്ര നല്ല ഹോസ്പിറ്റാലിറ്റി തന്ന് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് വൈകുന്നേരം മോള് ഫ്ലൈറ്റ് കയറി പോകാൻ ഇന്നും വരെ ആൻറ്റിയെ വിളിക്കാറുണ്ടോ എന്ന് എന്നോട് മോള് ചോദിക്കും. ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ. അങ്ങനെ 2010 വരെ ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി ഞാൻ ഇങ്ങനെ ഇരുന്നു അനങ്ങാതെ ചർച്ചിന്റെ ബാക്ക് സൈഡിൽ പോയിരിക്കും. എന്തിനാ ബാക്ക് സൈഡ്? കരഞ്ഞ് കരഞ്ഞ് ദൈവത്തോട് കഥകൾ പറയുക, അതിനാ ബാക്ക് സൈഡിൽ പോയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും മുന്നോട്ട് പോയിരിക്കത്തില്ല. അങ്ങനെ 2010 കഴിഞ്ഞ് 2011 ഞങ്ങളുടെ പാസ്റ്റർ ഒരു അനൗൺസ്മെന്റ്, 10 കൊല്ലം പാസ്റ്റർ അതങ്ങനെ അങ്ങ് പറഞ്ഞതാ 10 കൊല്ലം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതൊരു 10 കൊല്ലം തന്നെ കഴിഞ്ഞു. 10 കൊല്ലം നിങ്ങൾ ഇരുന്നു എന്ന് വിചാരിക്കേണ്ട. ഈ ഈ നെക്സ്റ്റ് ഈ ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ. എനിക്ക് തേഴ്സ്റ്റാ. എല്ലാവരും ദൈവത്തിന്റെ വേല ചെയ്യുന്നു, എല്ലാവരും ഓടി നടക്കുന്നു, കർത്താവിന്റെ വേല എത്ര നന്നായിട്ട്, വചനം എത്ര നന്നായിട്ട് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആ 2011 ജാനുവരി 2 ഞാൻ രാവിലെ എണ്ണീറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നോട് സംസാരിക്കണേ. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അവരൊരു പരുവത്തിലൊക്കെ ആയി, നീ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞു. ഹാഗായി ചാപ്റ്റർ 1 അതിൻ്റെ 4ാമത്തെ വേഴ്സ് ദൈവം എന്നെ സ്ട്രൈക്ക് ചെയ്തു, ദൈവം എന്നെ തൊട്ടു. അതിങ്ങനെ പറയുന്നത്, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. അപ്പൊ അത് റെവലേഷൻ മറ്റുള്ളവർക്ക് വേറെ രീതിയിലായിരിക്കും. പക്ഷെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത്, എല്ലാരും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ നല്ല വീട്ടിനകത്ത് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണോ? അതെന്നെ എന്നെ മണിക്കൂറുകൾ കരയുക. ഞാൻ മണിക്കൂറുകൾ കരഞ്ഞു എന്ന് പറഞ്ഞാൽ ബൈബിള് നനച്ചു ഞാൻ. കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് സംസാരിക്കുക. എനിക്കറിയത്തില്ല വചനം എങ്ങനെയാ ഷെയർ ചെയ്യേണ്ട, ഒന്നും എനിക്കറിയത്തില്ല. കർത്താവെ ഞാനൊരു നാട്ടും പുറത്തുകാരി ജീവിക്കുന്ന രീതിയിൽ ജീവിച്ചു. ഈ നോർത്ത് ഇന്ത്യയിൽ വരാൻ ദൈവം സഹായിച്ചു. പക്ഷെ നീ എന്നെ എന്താ ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം, ഞാൻ അതുവരെ ഉള്ള ആള് പോലല്ല ഞാൻ ആ കരഞ്ഞ് പ്രാർത്ഥിച്ച് എണ്ണീറ്റപ്പം എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, എൻ്റെ ദൈവത്തിൻ്റെ വേല ഞാൻ ചെയ്യും, ഞാൻ എവിടെ വേണേലും പോയാലും കർത്താവിൻ്റെ വചനം ഞാൻ പറയും. അങ്ങനെ ഒരു ഹിമ്മത്ത്, ഒരു ധൈര്യം എനിക്ക് തന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ട്യൂഷൻസ്, എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് പേഷ്യൻസ് ഇല്ല, പക്ഷെ ഞാൻ ട്യൂഷൻ എടുക്കാൻ ശുരു ചെയ്തു. അപ്പം അതിനകത്ത് ഒരു അംഗൻവാടിയിലുള്ള ഒരു സ്ത്രീയുടെ കൊച്ചുമോള് എൻ്റെ വീട്ടിൽ പഠിക്കാൻ, ഞാൻ ചുമ്മാ സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചു, നീ എവിടാ താമസിക്കുന്നേ? അപ്പൊ പറഞ്ഞു, ഇവിടെ അടുത്തൊരു വില്ലേജിലാ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിന്റെ ദാദിയെ കാണാൻ പറ്റുമോ, വല്യമ്മച്ചിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി സംസാരിച്ചു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഈ ഗാവിൽ എത്ര സ്ത്രീകളുണ്ട് വിധവകളും? അപ്പൊ പറഞ്ഞു, ജസിബേൻ ഇവിടെ എത്ര പേരെ നിനക്ക് വേണം? അപ്പൊ ഞാൻ പറഞ്ഞു, 200 പേരെ കൂട്ടാമോ? 200 പേരെ, ഓക്കെ. ഞാൻ അവരവിടുത്തെ ഒരു ഇൻഫ്ലുവൻഷ്യൽ, എന്താ പറയുന്നേ, അവരവിടുത്തെ ഒരു മെയിൻ അംഗൻവാടിയിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യം, ആ അംഗൻവാടിയിലെ ഏരിയയിലുള്ളവർക്ക് വലിയ കാര്യം ആ ബേനെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ കൂട്ടിത്തരാം, നീ എന്ത് കൊടുക്കും? അവർക്ക് എന്തോ കൊടുക്കണമെന്ന്. എനിക്ക് വേണ്ടിയത് സുവിശേഷം. അവർക്ക് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ വയർ നിറയുന്ന എന്തെങ്കിലും കൊടുക്കാം. ഞാൻ പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കാം, നീ ഇവരെ കൂട്ടാമോ? പക്ഷെ ഞാൻ ഇതൊക്കെ പറയും. ഓക്കെ, നോ പ്രോബ്ലം, നിനക്ക് എന്ത് വേണേലും പറയാം. ഞാൻ അങ്ങനെ അവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. എനിക്കൊരു അത്തപ്പത്ത, എനിക്കൊന്നും അറിയത്തില്ല. മീറ്റിംഗ് എന്നെ അറേഞ്ച് ചെയ്യണ, ആൾക്കാരെ കൂട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാൻ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, അവർ നല്ലൊരു സ്കൂള്
അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് മൊത്തം സ്ത്രീകളെ നിർത്തി അവിടെ ഇരുത്തി ഞങ്ങളുടെ പാസ്റ്ററിനെയും കൊണ്ട് പോയി ഞാൻ ആദ്യം ആ വില്ലേജിനകത്ത് കർത്താവിൻ്റെ സുവിശേഷം പറയാൻ ഇടവന്നു. അതെൻ്റെ ഒരു തുടക്കമായിരുന്നു. അവിടെ സുവിശേഷം പറഞ്ഞു, തയ്യൽ ക്ലാസ്സുകൾ തുടങ്ങി. അവിടെ എത്ര വീടുകളുണ്ടോ ആ വീടുകളിലെല്ലാം ഞാൻ ബൈബിൾ കൊടുക്കാൻ കയറി. ആ കയറുന്ന വീടുകളിലെല്ലാം അവർ പറയും, ജസിമേഡം ഒന്ന് പ്രാർത്ഥിക്കാമോ ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ യേശു ആരാന്നറിയാൻ വയ്യാത്ത അന്യജാതിക്കാരുടെ ഇടയിൽ എൻ്റെ കർത്താവിനെ പുകഴ്ത്തി പറയാൻ ദൈവം സഹായിച്ചു. ചില ആൾക്കാർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. ഇന്നും ആൾക്കാർ നമ്മളെ വിളിക്കും പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആ ഒരു വില്ലേജിനകത്ത് പോകാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഓരോ മിനിസ്ട്രികളും ദൈവം ഓരോന്നോരോന്നായിട്ട് ദൈവം, അങ്ങനെ എൻ്റെ വീട്ടിനകത്ത് ഒരു 2 കെട്ട് നാരങ്ങി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഒരു ബുക്കാ, ഒരു കൊച്ചു ബുക്കാ. ആ ബുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നു. ജെസ്സിയുടെ കയ്യിലേ ഇത് പോകത്തുള്ളൂ, എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ ബുക്ക്, ആ കെട്ട് 1 വർഷം അവിടെ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ നീ എനിക്കൊരു ടാസ്ക് തന്നപ്പം എനിക്ക് ഡിഫറെൻറ്റ് ഐഡിയാസും ഡിഫറെൻറ്റ് ചിന്തകളാണ് എൻ്റെ ദൈവം എൻ്റെ തലയിൽ വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ കർത്താവേ, നീ എനിക്കൊരു ടാസ്ക് തന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ എല്ലാം ഈ വില്ലേജിലെ മിനിസ്ട്രി കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ ഒരു ടീമിനെ ഉണ്ടാക്കി അവരെ എല്ലാം ഏൽപ്പിച്ച ആൾക്കാർ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മെൻ്റൽ റിട്ടാർഡ് സ്കൂൾ, ഒരു പുവർ കുട്ടികളെ കൊണ്ടുവന്ന് നോക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ആഹാരം കൊണ്ടു കൊടുക്കുമായിരുന്നു. അതും ഒരു സ്വാമിനാരായൺ ഗ്രൂപ്പിലെ ഒരു മാഡമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര മുനിസിപ്പാലിറ്റി സ്കൂൾസ് ഉണ്ട്? ഇപ്പം ഡിസംബറായി, എത്ര സ്കൂൾസ് ഉണ്ട്? ഒരു 15 ഉണ്ട്. ജെസ്സി മാഡം എന്ത് വേണം? എനിക്കൊരു ചെറിയ ബുക്കുണ്ട്, അതൊന്ന് കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് ദേവാർ വരികയല്ലേ, പറ്റുമോ? ആ, നീ എൻ്റെ കൂടെ വാ, ഞാൻ എല്ലാ പ്രിൻസിപ്പാളിനെയും പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഗിദേൺസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് റോക്സി എന്നാ. ഞാൻ പറഞ്ഞു, റോക്സി നിനക്ക് ബൈബിൾ കൊടുക്കണോ ഈ പ്രാവശ്യം? ഓ വേണം. എന്നാ വാ, നമുക്ക് 2 പേർക്കും കൂടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ആ 15 സ്കൂളിലെ പ്രിൻസിപ്പാലും പറഞ്ഞു. എല്ലാവരും ചോദിച്ചു, എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഈ ബുക്ക് ഈ ബൈബിൾ, ഓക്കെ നോ പ്രോബ്ലം. അങ്ങനെ 1000s ഓഫ് ബൈബിളും ഈ നാരങ്കിയും എൻ്റെ വീട്ടിനകത്ത് തീർക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നാണെങ്കിൽ ബൈബിളിൻ്റെ ഒരു ബൈബിൾ കൊടുക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് അത്രയും പേർക്ക്, അത്രയും മുനിസിപ്പാലിറ്റി സ്കൂൾസിനകത്ത് 1000s ഓഫ് ബൈബിൾസ് കൊടുക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഗിദെയോൻസുകാർക്ക് എന്നെ വലിയ കാര്യമായി. അവരെന്നെ വനിതാ സെല്ലിൽ കൊണ്ടുപോയി. അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വഡോദര സെൻട്രൽ ജയിലിൽ. അവിടെ ചെന്നപ്പം അന്ന് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റും, മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിനകത്ത് വനിതാ സെല്ലിലെ ആൾക്കാരോട് സംസാരിക്കാൻ. ഇതിലൊരു മുസ്ലിം സ്ത്രീ എന്നോട് പറയാ, എന്നെ എങ്ങനെയും ഇതിനകത്ത് രക്ഷിക്കണം. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അതെ, എൻ്റെ മക്കള് എനിക്ക് ചുമ്മാതെ കുറ്റം ചുമത്തിയിട്ട് എന്നെ ഇതിനകത്ത് ഇട്ടിരിക്കും, അവർക്ക് എന്നെ നോക്കാൻ വയ്യാത്തതിന്. എൻ്റെ സിസ്റ്ററെ, രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ഉറക്കം വന്നേയില്ല. ഞാൻ ശരിക്കിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു പ്രസന്റ് മിനിസ്ട്രി തുടങ്ങണം. ഞാൻ എൻ്റെ ചർച്ചിൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. അവര് 2-3 മാസമായിട്ട് അനങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ കൊണ്ട് കൊടുക്കുക, എനിക്ക് ലെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ അവിടെ ഒരു പ്രസന്റ് മിനിസ്ട്രി തുടങ്ങാൻ ദൈവം സഹായിച്ചു. ഇന്നും അത് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത് അവിടെ പ്രസന്റ് മിനിസ്ട്രി ദൈവം തുടങ്ങാൻ സഹായിച്ചു. അത് കഴിഞ്ഞേച്ച് ട്രൈബൽ സ്റ്റുഡൻസ് മുനിസിപ്പാലിറ്റി സ്കൂൾസിലെല്ലാം പോകുമായിരുന്നു. എന്തിനാ? ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്നും പറഞ്ഞാൽ കയറുന്നത്. മോട്ടിവേഷൻ ക്ലാസ് 10 സ്റ്റോറീസ് ഉണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. എനിക്ക് വലിയ സ്കൂളിൽ പോകാൻ എനിക്ക് അതല്ല എനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹം മൊത്തം പാവങ്ങൾ ആ ഒരു രീതിയാണ് എൻ്റെ മനസ്സിനകത്ത്. അപ്പം ഈ മുനിസിപ്പാലിറ്റി സ്കൂളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വരുന്ന കുട്ടികളായിരിക്കുന്നതല്ല, അവരുടെ അടുക്കലും നമ്മൾ പോയി മോട്ടിവേഷൻ ക്ലാസ്സിന് പോകും. പക്ഷെ അതൊരു ടൂളാണ് എന്നും പറഞ്ഞ് നമ്മൾ കയറിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പറയും. എത്രയോ കുട്ടികൾ പഠിക്കി പിന്നെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം നിർത്തിയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ
ബഞ്ച് ഓഫ് സാധനങ്ങളാണ് കൊണ്ടുതരുന്നത്, ഞങ്ങൾ ഇനിയും അത് തിന്നത്തില്ല, ഞങ്ങൾ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി സ്കൂൾസിൽ നിന്ന്. അപ്പം അങ്ങനെ 2-3 കുട്ടികളെ നമുക്ക് ചർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദൈവം സഹായിച്ചു. ഇന്നും അവിടുത്തെ സാറുമാർ നമ്മളെ വിളിക്കും. പക്ഷേ ഇതിനെല്ലാം ഒരു ടീമാണ് നമുക്ക് വേണ്ട. അതിനും ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കർത്താവെ, ജെസ്സി ഇത് എങ്ങനെ പറ്റുമെന്ന് ചോദിക്കും എന്നോട്. ഞാൻ പറഞ്ഞ ഷെഡ്യൂൾ, അങ്ങനെ ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോരുത്തർക്ക് പോയി ഓരോ ടീമിനെ അറേഞ്ച് ചെയ്ത് വിടുമായിരുന്നു. അത് കഴിഞ്ഞ് ട്രൈബൽ സ്റ്റുഡൻസ്, ട്രൈബൽ ഏരിയയിലുള്ള കുട്ടികളെ, അവര് കന്യാസ്ത്രീമാരാ അവരെ നോക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ഈ കന്യാസ്ത്രീമാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമോ? എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്രയും കന്യാസ്ത്രീമാര് വരികയും അവരോട് സംസാരിക്കുകയും, ഞാൻ ഈ പ്രാവശ്യം അല്ല, കഴിഞ്ഞ മുമ്പത്തെ ഔട്ട്റീച്ചിന് ഈ കന്യാസ്ത്രീമാരെ എല്ലാം എൻ്റെ വീട്ടിനകത്ത് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ആ സമയത്ത് അവരുടെ സ്കൂളിന് വേണ്ടിയ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അവിടെ ഈ മോട്ടിവേഷനും ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചെന്നേച്ച് നമ്മൾ ദാവീദിന്റെ കഥയും നമ്മൾ ഒത്തിരി സ്റ്റോറീസ് അവരെയൊക്കെ പഠിക്കും. പക്ഷെ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്ക് വേണമെങ്കിൽ സുവിശേഷം പറയാം അവിടെ. അങ്ങനെ ഈ കന്യാസ്ത്രീമാർക്ക് ഹോളി സ്പിരിറ്റ് കിട്ടിയവരുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബൈബിള്, നമ്മൾ വായിക്കുന്ന ബൈബിള് ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അവർ ഫസ്റ്റ് ടൈം കാണുന്ന ഈ ബൈബിള്, റെഫറൻസ് ബൈബിള്, ജസ്റ്റ് ഇങ്ങനെ വായിക്കാൻ പറ്റുമോ എന്ന്. ഇന്നും അവർ ആ ബൈബിളാണ് വായിക്കുന്നത്. പിന്നെ ആ കന്യാസ്ത്രീമാരിപ്പം നമ്മളെ വിളിക്കും. അവിടെ 10th 12th സ്റ്റാൻഡേർഡിൽ 100% വിജയമായി നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രിസ്മസ് പ്രോഗ്രാംസ്, എന്ത് കാര്യമുണ്ടെങ്കിലും അവർ നമ്മളെ വിളിക്കും ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. പ്രയർ റിക്വസ്റ്റിന് ഇത്രയും ലിസ്റ്റ് ഓഫ് റിക്വസ്റ്റാണ് നമുക്ക് തരുന്നത് കന്യാസ്ത്രീമാര്. അതുപോലെ ചില കന്യാസ്ത്രീമാരുണ്ട്, എനിക്കറിയത്തില്ല, ഇങ്ങനെ ഈ എഴിക്കകത്ത് നിന്ന് 15 മിനിറ്റ് മാത്രമേ ബ്രൗൺ ഇതിടുന്ന കന്യാസ്ത്രീ, അവരും ഇന്ന് നമ്മുടെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മളോട് വചനം ഷെയർ ചെയ്യുകയും, നമ്മൾ വചനം ഷെയർ ചെയ്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളോട് സംസാരിക്കുകയും പ്രയർ റിക്വസ്റ്റ് ചെയ്യുകയും. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഓൾഡ് ഏജ് ഹോം എവിടെയും നമുക്ക് ഞാനെന്നൊരു വ്യക്തി, എന്നെ കൊണ്ട് പറ്റുമോ ഇത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവമേ, ഞാൻ ഇതെങ്ങനെ ചെയ്യും? ഔട്ട്റീച്ച് ഒക്കെ ഞാൻ ഡിസംബറിൽ പ്ലാൻ ചെയ്യുമ്പം ഞാൻ ലിസ്റ്റ് ഓഫ് ഔട്ട്റീച്ചസ് എഴുതി വെച്ച് ഞാൻ ഇരിക്കും, കർത്താവേ ഇതെങ്ങനെ പറ്റുമെന്ന്. പക്ഷേ ഞാനെന്നൊരു വ്യക്തി അല്ലല്ലോ ഞാനല്ല പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവെന്നൊരു ഒരു വ്യക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നത്. ഒരു ബസ് വന്നാൽ കൈ കാണിക്കാൻ എനിക്ക് നാണം കുണുങ്ങിയായി ഒരു സ്ഥലത്ത് ഞാൻ ഒതുങ്ങിക്കൂടിയ എന്നെ കർത്താവ് ഇത്രത്തോളം എന്റെ ദൈവസന്നിധിയിൽ എന്തുണ്ടെന്ന് ഞാൻ ഓർക്കുക. ഒരു സ്ഥലത്ത് ചെന്നാൽ അവരാരും എന്നോട് നോ പറഞ്ഞിട്ടില്ല. സുവിശേഷം പറയാതെ ഞാൻ ഒരു ബിസ്ക്കറ്റ് പോലും ഒരു മനുഷ്യർക്ക് ഞാൻ കൊടുക്കത്തില്ല. മേയർ, കളക്ടർ, പോലീസ് ഭവന്, കമ്മീഷണർ, പോലീസ് സ്റ്റേഷൻസ്, അവിടെ എല്ലാം ചെന്നിട്ട് കർത്താവിൻ്റെ വചനം പറയും. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കണേ. നമ്മളോട് പറയുക, ദൈവം നീ അവിടെ പോകുന്ന നമുക്ക് അവൈലബിൾ ആണോ ആ ടൈം, നമ്മൾ സാക്രിഫൈസ് ചെയ്യുമോ എന്ന് ദൈവം നമ്മളോട് ചോദിക്കുക. നമ്മൾ പോകാൻ റെഡിയാണേ കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓൾഡ് ഏജ് ഹോമിനകത്തൊക്കെ പോകും. എപ്പോഴും നമ്മൾ ഓർക്കും, ഈ ഓൾഡ് ഏജ് ഹോം എന്താ, അവർ പ്രായമുള്ളവരല്ലേ? ഇല്ല, അവര് അവരുടെ അടുക്കലിരുന്ന് അവരുടെ ദുഃഖങ്ങൾ കേട്ട് അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, പഞ്ചാബികൾ എത്ര പേരാണ് നമ്മുടെ ബൈബിള് വാങ്ങിക്കുകയും. ബെഡ് റിഡനായ ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യത്തെ ഔട്ട്റീച്ചിനകത്ത്, എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഒത്തിരി ക്ഷീണിച്ച് ഇന്ന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഫോഴ്സ് ചെയ്ത ഞാൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞു, നീ ഇല്ലാതെ അവിടെ പറ്റത്തില്ല പ്രോഗ്രാം, എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, പൊക്കോ എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ എന്നെ കമ്പൽ ചെയ്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം മലയാളി ഒരു ആൻറ്റി, വെറ്ററൻ. അപ്പം അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ആൻറ്റി കൊച്ചിലെ കോൺവെന്റിലാണ് പഠിച്ചത്. അപ്പം ആൻറ്റിക്ക് യേശുവിനെ പറ്റി എന്തൊക്കെയോ അറിയാം. ഞാൻ അന്ന് കുറച്ച് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച രീതിയിലെല്ലാം പറഞ്ഞു. അപ്പം കയ്യാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ അവരുടെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ആൻറ്റി, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, ഇത് കൈകൊണ്ടുണ്ടാക്കിയതാ, സംസാരിക്കത്തില്ല, നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കി. ആൻറ്റി അക്സെപ്റ്റ് ചെയ്തു. വളരെ
ഒത്തിരി കരഞ്ഞ ആൻറ്റി. ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അന്ന് ആൻറ്റി എൻ്റെ മുമ്പിൽ വെച്ച് എല്ലാ സാധനങ്ങളും മാറ്റി ഹസ്ബൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുക, അവരെ കൊണ്ട് എല്ലാം മാറ്റിച്ചു, കയ്യിലെല്ലാം മാറ്റിച്ചേച്ച് ഞാൻ ആൻറ്റിക്ക് ബൈബിൾ കൊണ്ട് കൊടുത്തപ്പം ആൻറ്റി പറയാം, മോളെ ഞാൻ തേഴ്സ്റ്റായിരുന്നു, എനിക്കിത് വായിക്കാൻ ഒത്തിരി ആശയായിരുന്നു. അപ്പം സിസ്റ്ററെ, ഞാൻ അന്ന് എൻ്റെ കംഫർട്ട് സോണിന് വേണ്ടി ഞാൻ വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ആ ആത്മാവിനെ ആര് തൃപ്തിപ്പെടുത്തിയനെ? ഞാൻ അന്ന് പോയി, ഇന്ന് ആ ആൻറ്റി എഴുന്നേറ്റിരുന്ന് നടക്കുന്നു. ഞാൻ പറയാം, ആൻറ്റി ഇതെന്തുവായി കാണുന്നതെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ഓൾഡ് ഏജ് ഹോമിൽ എല്ലാ മാസവും പോകും. ഇപ്പൊ ഗുഡ് ഫ്രൈഡേ വരുന്നുണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഓർക്കുക, കർത്താവ് ഇനി എങ്ങോട്ടാ പോകണ്ടേന്ന്. അതുപോലെ HIV മോന് MSW ആയതുകൊണ്ട് അവൻ്റെ കോണ്ടാക്ട്സിൽ ഒത്തിരി പ്രോജക്ട്സ് അവൻ ചെയ്യും. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നമ്പർ മേടിച്ചിട്ട് HIV ട്രാൻസ്ജെൻഡേഴ്സ് ലെപ്രസി സെൻറ്ററിലൊക്കെ ഞാൻ ഫോൺ ചെയ്യും. ഇന്നും ഞങ്ങൾ കണ്ടിന്യൂസ് ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. HIV എന്ന് പറയുമ്പോൾ ആരും പോകുമോ? HIV എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും അവരങ്ങനെ ഒരു കാറ്റഗറിയാ, അവരെ അങ്ങ് മാറ്റിയിട്ടിരിക്കുക. അവരോട് ആര് സുവിശേഷം പറയുന്നേ? ആരെങ്കിലും പോണ്ടേ അവരോട് സുവിശേഷം പറയാൻ? അവർ തെറ്റിപ്പോയി, ചിലരെ തെറ്റിപ്പിച്ചു. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം ഒരു ബ്ലൈൻഡ് സ്ത്രീ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ സ്ത്രീയെ അവിടെ നിർത്തിയിരിക്കുക. ആരവർക്ക് ഷെൽട്ടർ കൊടുക്കും? ആരവരോട് ദൈവസ്നേഹം പറയും? ഞങ്ങൾ ചെന്ന് വർഷങ്ങളായി ഞാൻ HIV ഗ്രൂപ്പിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹീലിംഗ്, ചിലർക്ക് കുഞ്ഞുങ്ങളുണ്ട്, 2000 കുഞ്ഞുങ്ങൾ ബറോഡയിൽ HIV കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങൾക്ക് വെയിറ്റ് വെക്കത്തില്ല. നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചുങ്ങൾക്ക് ബ്ലഡ് വീഴാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറയാ, ജെസ്സി മാഡം ഒന്നും ഞാൻ പേടിച്ച, നമുക്കിങ്ങനെ ഈ ഒരു പ്രോസിക്യൂഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് പേടിച്ച, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടുണ്ട്. പിന്നെ അവര് പറയാ, ജെസ്സി മാഡം ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ഫീൽഡ് വർക്കേഴ്സിനെ കൂടെ തരാം, ആര് എന്ത് ചോദിച്ചാലും അവർ ആൻസർ പറയുമെന്ന്. പിന്നെ എനിക്ക് സുവിശേഷം പറയാൻ പോകുന്നതിന് എന്നാ? അപ്പം ദൈവം അവർക്ക് ഹീലിംഗ് കൊടുക്കും. ഇപ്പൊ അവരുടെ ഹട്ടുകളിലാണ് അവർ താമസിക്കുന്നത്. പബ്ലിക്കായിട്ട് അവിടെ പോയാൽ അവരെ നാണം കെടുത്തും. അതുകൊണ്ട് ഞങ്ങൾ പാത്ത് പോവും, അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചേച്ച്, ഞാനും അച്ഛനും പോയി പ്രാർത്ഥിച്ചേച്ചൊക്കെ വരും. ട്രാൻസ്ജെൻഡേഴ്സ് അവരിങ്ങനെ കൈയടിച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് അവരുടെ ഹാബിറ്റ് അതാ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം, കഴിഞ്ഞ മാസം ഞാൻ അവരുടെ അവിടെ പോയപ്പം 3 യങ്സ്റ്റേഴ്സിനെ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പോഴേ വന്ന് ഇവിടെ താമസിക്കുന്നത്, അവിടെ ഷെൽട്ടർ ഹോമിൽ താമസിക്കുക? അത് എൻ്റെ അപ്പനും അമ്മയും ഞങ്ങള് ഇന്നതാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളെ അങ്ങ് വിട്ടു. എൻ്റെ സിസ്റ്ററെ, എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞുപോയി അവരുടെ മുന്നിൽ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, മാതാപിതാക്കള് ചോടിയുക, ദൈവം അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയല്ലെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന്. അവരും കരച്ചില്ല. ഇന്ന് അവർ നോക്കിയിരിക്കുക, നമ്മൾ അവിടെ ഒരു ബൈബിൾ സ്റ്റഡി തുടങ്ങാൻ, അവരൊരു മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി. അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവിടെ ഒരു മീറ്റിംഗ് നമ്മൾ വല്ലപ്പോഴും പോയി അവരോട്, എൻ്റെ ഒരു വലിയ ആശയം അവർക്കൊരു ചർച്ച ദൈവം തമ്പുരാന് ഏതെങ്കിലും രീതിയിൽ തുടങ്ങാൻ ദൈവം സഹായിക്കണം എന്ന്. അതുപോലെ ലെപ്രസി സെന്റർ, ലെപ്രസി കർത്താവ് തൊട്ട് സൗഖ്യമാക്കി, പക്ഷെ പ്രസംഗിക്കുമല്ലേ. അന്ന് നമ്മൾ അവിടെ ചെല്ലുന്നുണ്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു പിക്ചറുണ്ട്, യേശു തൊട്ട് സൗഖ്യമാക്കുന്ന. അത് കാണുമ്പോൾ യേശു ഭഗവാൻ അംഖോ ഭി ഐസെ കരേഗാന, യേശു ഞങ്ങളെ ഇങ്ങനെ തൊട്ട് സൗഖ്യമാക്കുമല്ലോ. അവരുടെ കണ്ണുനീര്, അവരുടെ പ്രയാസം, അവിടെ ചെന്ന് കഴിയുന്നുണ്ടേ അവര് പറയൂ, നീ എന്താ കഴിഞ്ഞ പ്രാവശ്യം വരാഞ്ഞേ? അപ്പൊ അവര് തേഴ്സ്റ്റാ നമ്മുടെ ഒരു വാക്ക് കേൾക്കാൻ, നമ്മളുടെ ഒരു സാന്ത്വനം കേൾക്കാൻ, നമ്മുടെ യേശുവിന്റെ സ്റ്റോറികൾ അവരെ കേൾപ്പിക്കുവാൻ. ഞങ്ങളിങ്ങനെ ഈ 3 സ്ഥലത്ത് എൻ്റെ സിസ്റ്റേഴ്സും ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമാക്കി ഞങ്ങൾ ഡിഫറെൻറ്റ് ചർച്ചസിലെ. അതുപോലെ 2016 ഇന്റർ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് എന്നെ ദൈവം കാണിച്ചു. ഞാൻ മോനോട് ചോദിച്ചു, ഇതെന്താ എന്നെ ഈ വേർഡ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്? അപ്പം അതിനു മുമ്പ്
എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ ഞാൻ പോയി. അതും ഒരു യാക്കോബായി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം അവൾ എന്നെ പോലെ ഒന്നും തുറന്ന് അങ്ങോട്ട് പറയത്തില്ല വിഷയങ്ങൾ. പക്ഷേ പ്രാർത്ഥിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വലിയൊരു കേസ് അവരുടെ ജീവിതത്തിലുണ്ടായി. അതൊക്കെ പ്രാർത്ഥിച്ച് മാറിക്കഴിഞ്ഞു. അപ്പം ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ഇന്റർ ഡിനോമിനേഷന്റെ മത്ലബ് എന്തിനാ എന്നെ കാണിക്കുന്നത്? അങ്ങനെ 3 മാസം ഞാൻ ആ വേർഡ് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ BIWF എന്ന് പറയുന്ന ബറോഡ ഇന്റർ ഡിനോമിനേഷൻ വിമൻ ഫെലോഷിപ്പ് തുടങ്ങി ചർച്ചസിലെ സിസ്റ്റേഴ്സ് ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. കർത്താവ് നീ എന്താ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം ഞാൻ പറയുന്നത്, ഞാൻ കർത്താവ് എന്നെ വിടുന്ന ഒരു സ്ലം ഏരിയയിലൊക്കെ പോയി ഞങ്ങൾ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് ആ ഓരോ സ്ലമ്മിൽ, ഞാൻ സ്ലമ്മിലൊന്നും പോകത്തില്ല. കേരളത്തിലെ ക്യാരക്ടർ വെച്ച് എൻ്റെ ജീവിതമൊക്കെ വെച്ച് നോക്കിയാൽ എന്നെ ദൈവം ഈ ഒരു സ്ഥലത്തൊക്കെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഞാൻ ഓർക്കുക. അവിടെ ഇപ്പോൾ ഒരു ചർച്ച് തുടങ്ങാൻ ദൈവം സഹായിച്ചു. പല കുട്ടികളുടെ ഇടയിൽ ദൈവം വർക്ക് ചെയ്യാൻ ദൈവം സഹായിക്കുന്നു. ഇന്നും ഞാൻ ഓരോ മിനിറ്റും എൻ്റെ ഫോക്കസ് ഇതായിരുന്നു. എഡ്യൂക്കേഷൻ, പ്രശംസ, ഫെയിം, ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യണം, നാട്ടിലെ കൾച്ചർ കീപ്പപ്പ് ചെയ്യണം, ഇതൊക്കെ. ഇപ്പം എൻ്റെ എനിക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി എവിടെ പോണം? ഇന്ന് നീ എന്നെ എവിടെ വിടേണ്ടത്? മുറിഞ്ഞവരും തകർന്നവരും ആരും ആരും കൂടെ കൊണ്ടുപോകാൻ വയ്യാത്ത ആൾക്കാർ, പാവങ്ങൾ കിടക്കുക. അവരുടെ ഇടയിൽ സുവിശേഷം പറയാൻ നീ എന്നെ ഉപയോഗിക്കും. എനിക്ക് ആത്മാക്കളെ മാത്രം നീ എനിക്ക് കർത്താവിന് വേണ്ടി. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. എൻ്റെ ജീവിതത്തെ എന്നെ ഒരു യൂസ്ഫുൾ വെസലാക്കി മോൾഡ് ചെയ്ത് എടുത്ത എൻ്റെ ദൈവത്തിന് ഞാൻ എന്ത് കൊടുക്കണം തിരിച്ചു? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറോ അവരുടെ ഫ്യൂച്ചറൊക്കെ ദൈവം സെറ്റിലാക്കും. ഭൗതികമായ എല്ലാ നന്മകളും ദൈവം തരും. പക്ഷെ ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കർത്താവെ, തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആശ. HIV, ട്രാൻസ്ജെൻഡേഴ്സ്, ലെപ്രസികള്, ഈ പശുവിനെ കറക്കുന്നവരും മറ്റു അങ്ങനെ ഒരു കാറ്റഗറിയിലും എണ്ണാത്ത ആൾക്കാരുടെ ഇടയിലോട്ട് കർത്താവെ നീ എന്നെ പറഞ്ഞു വിടണം. എനിക്കിപ്പോൾ ഒരാശയുള്ളൂ, ഈ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചു പോയാൽ, ഈ HIV കുഞ്ഞുങ്ങളെ മരിച്ചു പോയാൽ എത്രയോ പ്രാവശ്യം എന്നോട് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വേണോ? എനിക്ക് അവർക്കൊരു ഷെൽട്ടർ ഹോം പണിയണം. പാസ്റ്ററെ, അതൊന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കണ്ണിൽ അതൊക്കെ അസംഭവമാണ്. പക്ഷെ ഞാൻ ഒന്നേ ദൈവത്തോട്, അവർക്കൊരു ഷെൽട്ടർ. നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ. കർത്താവ് നമ്മുടെ മനസ്സിനെ ഓർക്കും. കർത്താവിൻ്റെ സുവിശേഷം ചെയ്യാൻ നമ്മൾ റെഡിയാണെന്ന് ദൈവം നോക്കും. അത് റെഡിയാണെങ്കിൽ ദൈവം അതിനുള്ള വഴികൾ ദൈവം ഒരുക്കിത്തരും. പെർസിക്യൂഷൻ, ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്ക് പെർസിക്യൂഷൻ 100% ഉണ്ടാവും. അത് വീട്ടിൽ നിന്നും ഉണ്ടാകും, പുറത്തുനിന്നും ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. കൊറോണ വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് 3 മാസമായിട്ടും കൊറോണ പോകുന്നില്ല. കർത്താവേ, എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിന്റെ വേല ചെയ്തേ പറ്റത്തുള്ളൂ. അന്ന് 5,000 6,000 രൂപയിൽ ഞാൻ പാക്കറ്റ്സ് ഉണ്ടാക്കി ഗുജറാത്തികളുടെ വീടിന്റെ മുമ്പിലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ ദൈവം സഹായിച്ചു. അച്ഛനും പിള്ളേരും എല്ലാം കൂടി ഞങ്ങൾ ഖാന ഉണ്ടാക്കി എല്ലാവർക്കും. അതിനകത്ത് എഴുതി വെക്കും ഞങ്ങൾ വേഴ്സസ്. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കുമായിരുന്നു. ഞങ്ങളെ വിളിച്ച് എത്രയോ ഗുജറാത്തികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ഈ ബറോഡ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കത്തില്ല. എന്താന്ന് ചോദിച്ചാൽ, ദൈവം ഇത്രയും കംഫർട്ടബിൾ ഒരു പ്ലേസ് ജസ്സി സിസ്റ്ററിന് വേണ്ടി ദൈവം ഒരുക്കി നൂലെ കെട്ടി തന്നതാ. 12 മണിക്ക് ഞങ്ങൾക്ക് ഇറങ്ങി സുവിശേഷം പറയാം, എവിടെ വേണേലും പോകാം, ആരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു പ്ലേസ് ദൈവം ഞങ്ങൾക്ക് തന്നു. എൻ്റെ കുടുംബം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. അച്ഛനും 28 കൊല്ലം ഗൾഫിലായിരുന്നു. ഗൾഫിലായി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇത്രയും കൊല്ലം അവിടെ നിന്നു,
ഞാൻ എപ്പോഴും പറയും മോൻ ഒരു ലെവലിലായിട്ട് മാത്രം തിരിച്ചു വന്നാൽ മതിയെന്ന്. പക്ഷേ കർത്താവ് കൊറോണയ്ക്ക് ബിഫോർ ദൈവം ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഓർത്തില്ല അച്ഛൻ എനിക്ക് സപ്പോർട്ട് നിൽക്കുമെന്നും സുവിശേഷം പറയാൻ കൂടെ വരുമെന്നും. പക്ഷേ ഇപ്പം എന്നേക്കാൾ ഇത്തേജിൽ എനിക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും ഇറങ്ങി ഓടി നടക്കുന്നു, കർത്താവിന് വേണ്ടി. എൻ്റെ മക്കള് രണ്ടുപേരും ഞാൻ അവരെ ഒത്തിരി ശിക്ഷണത്തിൽ എന്നെ കൊണ്ട് എനിക്ക് എത്ര ബുദ്ധി ദൈവം തന്നോ അതിനനുസരിച്ച് ഞാൻ അവരെ നോക്കി കൊണ്ടുവന്നു. കൊടുക്കേണ്ട ശിക്ഷണങ്ങൾ കൊടുത്തു. ആരെ ഹേർട്ട് ചെയ്യാൻ അനുവദിക്കാതെ അവരെ നല്ല ക്യാരക്ടറിൽ വളർത്താൻ ദൈവം എന്നെ സഹായിച്ചു. അവര് ദൈവത്തിൽ വിശ്വസിച്ച് ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന രണ്ടുപേരും എന്നോട് പറയും, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ദൈവം അങ്ങനാണോ പറഞ്ഞിരിക്കുന്നത് ബൈബിളിന്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് മോക്ക് ഉണ്ടായപ്പോ അവൾ എന്നോട് പറയാ, മോളെ നീ എന്താ അത് കറക്റ്റ് ചെയ്തേന്ന്, അമ്മ എന്നെ അങ്ങനെയാണോ പഠിപ്പിച്ചത്, അവരെ റെസ്പെക്ട് ചെയ്യാനല്ലേ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരക്ഷരം വിട്ടില്ല, ബാക്കി ദൈവം ഫൈറ്റ് ചെയ്തോളുമെന്ന്. സോ രണ്ടുപേരെയും എന്നാലാവത് എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പുറത്തു പോകാനും വരാൻ. എൻ്റെ മോൻ ഒരു പരുവത്തിലായി കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തു പോകാനും ഒരു ഫ്രീ ആയിട്ട് പോകാനും ഒക്കെ ഇട വന്നത്. പക്ഷേ ഇപ്പൊ രണ്ടുപേരെയും ഒരു വീട് ഏൽപ്പിച്ചാലും അവർ നോക്കിക്കോളും, അവർക്ക് അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാം. രണ്ടുപേർക്കും ദൈവം ബുദ്ധി ജ്ഞാനവും കൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോകുന്നു. എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇത്രയും, ഞാൻ ചിലപ്പോൾ ഓർക്കും, കർത്താവേ ഞാൻ ഇത്രമാത്രം ചെയ്യാൻ ദൈവമേ നീ എന്നെ എത്രയേ സ്നേഹിക്കുന്നു. ഇന്നും ഞാനിരുന്ന് ദൈവത്തോട് ചോദിക്കും, കർത്താവ് ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. ഞാന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ആകെ ഒരാശയുള്ളൂ, ഞാൻ കേരളത്തിൽ പോണമെന്ന് പറയുമ്പോൾ അച്ഛയും പറയും, ആദ്യമൊക്കെ എന്നോട് അച്ഛയും പറയുമായിരുന്നു, കേരളത്തിൽ അങ്ങ് പോയി സെറ്റിൽ ചെയ്യാം, അതാ നല്ലതെന്ന്, ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, ഓക്കെ ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ. ഇപ്പൊ എനിക്ക് കേരളത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അച്ഛയും പറയുന്നത്, എനിക്ക് കേരളം വേണ്ട, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി നമുക്ക് ദൈവം തന്നാൽ നോർത്ത് ഇന്ത്യ മാത്രം മതി. സോ എൻ്റെ വീട്ടില് 4 പേര് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ ഇഷ്ടം പോലെ ഞങ്ങളെ മെനഞ്ഞെടുക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഈ ഒരു അവസരം തന്ന പാസ്റ്ററിനും സാൻഡി സിസ്റ്ററിനും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ആസാദി ചാനലിൽ ഞാൻ ഒരിക്കലും അതിനൊരു യോഗ്യതയുള്ളവളല്ല, എന്നാൽ ദൈവം ഈ പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന ഈ സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. സിസ്റ്ററിനും ഫിനി പാസ്റ്ററിനും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്ററെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, പഠിപ്പിച്ച പാഠങ്ങൾ, നമ്മെ കർത്താവ് ഈ ഹിസ്കിയാ രാജാവിൻ്റെ ആ ഒരു ചരിത്രം സിസ്റ്റർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഹിസ്കിയാ രാജാവ് തന്നെ പറയുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങൾ അത് നന്മയ്ക്ക് കാരണമായി തീർന്നു. സത്യത്തിൽ അത്രയും വലിയ ഒരു രാജാവ് ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയ പരിശോധനയിലൂടെ കടന്നു പോകുവാൻ അനുവദിച്ചപ്പോൾ അതിൽ ദൈവത്തെ പരിഹസിക്കുകയോ പഴിചാരുകയല്ല ചെയ്തത്. ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മളെ ശിക്ഷിച്ച് കൊണ്ടുവരുന്ന ദൈവമാണോ ഉള്ളത്, അല്ലെങ്കിൽ ദൈവം എന്തിനാ അങ്ങനെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത് നമ്മളെ ചെറിയ അടിയൊക്കെ തന്ന് എന്തിനാ ദൈവം നമ്മളെ നന്നാക്കുന്നത്, അങ്ങനെയാണോ നല്ല ദൈവം എന്നൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. സിസ്റ്റർ കുഞ്ഞുങ്ങളെ ശാസിച്ച് ശിക്ഷിച്ച് വഴി നടത്തിയ കാര്യം പറഞ്ഞു. മാതാവെന്ന നിലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ അനുഗ്രഹം നിശ്ചയമായിട്ടും കുഞ്ഞുങ്ങൾക്കുണ്ട്. കഴിഞ്ഞ സൺഡേ ഞാൻ സഭായോഗത്തിന് വചനം പറഞ്ഞപ്പോൾ, എൻ്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ ഒത്തിരി എന്നെ അടിക്കുമായിരുന്നു. പക്ഷേ പപ്പായ്ക്ക് അസുഖം വന്നതുകൊണ്ട് ലിമിറ്റഡ് മൊബൈലിറ്റി ആയിരുന്നു, ക്രച്ചസ് ഉപയോഗിച്ച് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാനൊരു നല്ല മകനായിരുന്നു. പപ്പ അടിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ചെന്ന് നിന്ന് അടി വാങ്ങിക്കുമായിരുന്നു. സാധാരണ പിള്ളേർ ഓടും, അപ്പോൾ എൻ്റെ മനസ്സ് പറയും ഓടാൻ പാടില്ല, കാരണം പപ്പായ്ക്ക് ഓടാൻ പറ്റത്തില്ല, അതുകൊണ്ട് പപ്പ ഓടുകയെല്ലാം ചെയ്താൽ വീണാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് പപ്പ വീഴാതിരിക്കാൻ ഞാൻ നല്ല അനുസരണമുള്ള മകനായിട്ട് അടി വാങ്ങിക്കുമായിരുന്നു, ഒത്തിരി അടിക്കുമായിരുന്നു. അത് പപ്പയ്ക്ക് എന്നോടൊരു സ്നേഹം കൊണ്ട് അടിച്ചത്. സിസ്റ്ററും അടിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അടിച്ചത്. ഡാനിയെ ഒക്കെ, ഡോണയെ അത്രയും അടി കിട്ടിയിട്ടില്ലെന്ന്, ഡാനിയൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ മലയാളി കടയിൽ ചൂരവടി കിട്ടും, അതൊക്കെ വാങ്ങിച്ച് ഇഷ്ടം പോലെ അടിച്ച അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്കുമുണ്ട്. അപ്പനടിക്കുന്ന സ്നേഹം കൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവും നമ്മളെ
ചില അനുഭവങ്ങളിലൊക്കെ കടത്തി വിടുന്നത് നമ്മൾ അല്ല, ഒരു മൂർച്ചയുള്ള ആയുധമായി മാറാൻ. നമ്മൾ ആയുധത്തിൻ്റെ കാര്യം, മഴുവിൻ്റെ കാര്യം പറഞ്ഞല്ലേ തുടങ്ങിയത്. മിനുസം കൂട്ടാൻ വേണ്ടി, നമ്മുടെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി അപ്പം നമ്മളെ അടിക്കുന്നത്. ഈ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 38 ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെ ഹിസ്കിയാ രാജാവ് പറയുന്നത് താൻ 18 വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. 1 സെക്കൻഡ് സിസ്റ്ററെ. 21 ഞാൻ പറഞ്ഞത് ബോയിൽസിന്റെ 38:21. അതെ, അവിടെ ഒരു വാക്യമുണ്ട്. അവിടെ പറയുന്നത് താൻ കടന്നുപോയ സിറ്റുവേഷൻ, താൻ കൂടുതൽ ദൈവത്തെ അറിയുവാനിടയായി തീർന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പാഠം പഠിക്കുവാനിടയായി തീർന്നു എന്ന് പറയുന്നൊരു ഭാഗം ഞാനൊന്ന് കാണുവാനിടയായി തീർന്നു. അതിൻ്റെ അവസാന ഭാഗത്തിലാണ്, യെശയ്യാ 38 അവസാന ഭാഗത്തിലാണ് ഈ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് ആ പരുവിനുമേൽ വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അത്തിപ്പഴത്തിന് അങ്ങനെ ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. ഇപ്പം ദൈവം എങ്ങനെ സൗഖ്യമാക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ഈ പോർഷൻ വെച്ചിട്ട് പറയും, സൂര്യനെ പുറമോട്ട് കൊണ്ടുപോയി ആ അധ്യായത്തിൽ, സൂര്യനെ പുറമോട്ട് കൊണ്ടുപോയി ആ ദൈവത്തിന് അത്തിപ്പഴക്കട്ടയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത്തിപ്പഴക്കട്ട ഉണ്ടെങ്കിലേ കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലുമല്ല. സൂര്യനെ പുറമോട്ട് കൊണ്ടുപോയ കർത്താവ്. അപ്പോൾ ചിലപ്പം ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്കറിയത്തില്ല ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് വിഷയത്തിലും ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഈ ഭാഗം പലപ്പോഴും ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണോ എന്ന ചോദ്യത്തിന് ഈ ഭാഗം ഞാൻ പറയാറുണ്ട്. സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ് മേളിൽ നടന്നത്, പക്ഷേ പരു സൗഖ്യമാക്കാൻ വേണ്ടി ഒരു മരുന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ഒരു മെഡിസിൻ ഉപയോഗിച്ചെന്നുള്ളതാണ് സത്യം. ഇങ്ങനെയാണ് 38:17 പറയുന്നത്. Surely it was for my benefit that I suffered such anguish. നിശ്ചയമായിട്ടും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയത്. സിസ്റ്റർ ജീവിതത്തിലും കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ നമ്മളെ മൂർച്ച വർദ്ധിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവം ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക ഗൈഡൻസും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, വിട്ടുപോയ എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഫാസ്റ്റർ, ഒരു ഇൻസിഡന്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഹസ്ബൻഡിന് ഒരു TB വന്നായിരുന്നു. TB വന്നിട്ട് അത് ഗൾഫിൽ വെച്ച് അച്ഛന് അതൊരു വലിയ മിറക്കിളായിരുന്നു. ഗൾഫിൽ വെച്ച് ഇതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിപ്പിനൊരു വേദന വന്നു പെട്ടെന്ന്. ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ, വീട് മേടിക്കുമെന്ന് ഞാൻ എൻ്റെ ചരിത്രത്തിൽ പോലും വിചാരിച്ചില്ല. ആ 7th വീട് മേടിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. അപ്പൊ എൻ്റെ ആശയായിരുന്നു രജിസ്ട്രേഷൻ അച്ഛൻ്റെ പേരിൽ ചെയ്യണം. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ വരുന്ന കാശ് മതിയല്ലോ രജിസ്ട്രേഷൻ ചെയ്യാൻ, നിന്റെ പേരിൽ എഴുതിക്കോ. അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അച്ഛൻ്റെ പേരിൽ തന്നെ എഴുതണമെന്ന് എൻ്റെ ഒരു ആശയായിരുന്നു. അപ്പം അച്ഛന് ആ സമയത്ത് പെട്ടെന്ന് ഈ വേദന വന്നു. ഉടനെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, ഈ വീട് അഴുക്കായിട്ടാ പെട്ടെന്ന് ജസ്മോനിങ്ങനെ ഒരു പെയിൻ വന്നത്, ആ വീട് നമുക്ക് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ജസ്മോന്റെ സാലറി ഉണ്ടോ അല്ലോ, ഇതൊന്നും കണ്ടൊന്നും അല്ല ഞാൻ വാങ്ങിച്ചത്. കർത്താവ് എനിക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത വീട് ഞാൻ പറഞ്ഞ വിലയ്ക്ക് തന്നെ ഹൗസ് ഓണർ എനിക്ക് തരാമെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ യോഗം വന്നു. അവിടുന്ന് അച്ഛനെ വീൽ ചെയർ രാത്രി മൊത്തം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഫ്ലൈറ്റ് ബറോഡ എയർപോർട്ടിൽ വരുന്നിടം വരെ അച്ഛനും ആ വേദന ഇളകല്ലേ എന്ന് പറഞ്ഞു. കാരണം ഭയങ്കര പെയിനാ. ഇവിടെ വന്ന് വീൽ ചെയറിൽ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. 3 ദിവസം പെയിൻ ഇല്ലായിരുന്നു. പക്ഷെ 3ാമത്തെ ദിവസം പെയിൻ ഇളകി. ഞങ്ങൾ വിചാരിച്ച അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, മസ്കറ്റിലെ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ അച്ഛന് സ്ലിപ്പ് ഡിസ്ക് ആന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ചെക്ക് ചെയ്യാൻ, അപ്പൊ ഞങ്ങളുടെ മനസ്സിലും എന്തുവാ സ്ലിപ്പ് ഡിസ്ക്. അപ്പൊ നാഗാർജുനയിൽ കൊണ്ടുപോയിട്ട് തിരുമിക്കാൻ തുടങ്ങി. അപ്പൊ തിരുമിച്ചിട്ടും ഈ വേദന പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു ഓർത്തോപെഡിക്കിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പം MRI എടുത്തപ്പം
അത് TB ആണെന്ന് കണ്ടു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം റിപ്പോർട്ടെല്ലാം അബ്നോർമൽ, ലിവറിൻ്റെ ടെസ്റ്റ് അബ്നോർമൽ, ബ്ലഡിനകത്ത് എല്ലാം അബ്നോർമൽ. ഇത് ഒരു ഹെവി മെഡിസിൻ ആയതുകൊണ്ട് ഈ ലിവറിൻ്റെ ഫങ്ഷനൊക്കെ ടീക്കായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അച്ഛൻ എന്തോ ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ റിപ്പോർട്ടെല്ലാം നോർമൽ ആകണേ എന്ന് പ്രാർത്ഥിച്ചു, വളരെ വേദനയോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ എന്നെ ക്യാബിനിൽ വിളിച്ചിട്ട് പറയുക, ഈ റിപ്പോർട്ടെല്ലാം ഇന്നലെ ഇങ്ങനായിരുന്നു, ഇന്ന് ഈ റിപ്പോർട്ടെല്ലാം നോർമലായല്ലോ എന്ന്. അപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ പറയാ 1.5 വർഷം എങ്ങും ജോലിക്ക് പോവല്ലെന്ന്. ഇവിടെ രജിസ്ട്രേഷൻ, വീടിന്റെ പൈസ അടയ്ക്കണം, തുടങ്ങുന്നു ഇതെല്ലാം. അപ്പോൾ 3 months സ്ട്രെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ ദോഹയ്ക്ക് പെട്ടെന്നൊരു വിസ കിട്ടി, ദോഹയ്ക്ക് പോകാൻ ദൈവം സഹായിച്ചു. 1.5 വർഷം എന്ന് പറഞ്ഞെടുത്ത് 5 കൊല്ലം കൂടെ ദൈവം തമ്പുരാൻ അവിടെ ജോലി ചെയ്യാൻ ദൈവം സഹായിച്ചു. TB എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു തരത്തിലും മെഡിസിൻ അവിടെ കയറ്റി അയക്കാനും പറ്റത്തില്ല, ആരുടെയിലും കൊടുത്തു വിടാം, കാരണം ഈ TB മെഡിസിൻ ആയതുകൊണ്ട്. പക്ഷെ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ച ദൈവം അത് ഹീൽ ചെയ്തു. അതൊരു വലിയ മിറക്കിളായിരുന്നു ആ ചെയ്യന്. ഒരപ്ത പോലും മുടങ്ങാതെ ഈ വീടിൻ്റെ അടയ്ക്കാനും മൊത്തം ഫിനിഷ് ചെയ്യാനും ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് കൊറോണയ്ക്ക് ബിഫോർ അച്ഛൻ തിരിച്ചിവിടെ വരാനും ദൈവം സഹായിച്ചു. ഒരു വലിയ മിറക്കിള് ദൈവം അച്ഛൻ്റെ ജീവിതത്തിൽ, ഒരു വലിയ സൗഖ്യം ദൈവം അച്ഛന് കൊടുത്തു. അത് ഡോക്ടറിന്റെ മിടുക്കെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം സൗഖ്യമാക്കുന്നു. നമ്മുടെ ആശ്രയം വൈദ്യന്മാരിലല്ല. നമ്മൾ മെഡിസിൻ എടുത്താലും ഡോക്ടറുടെ അടുക്കൽ പോയാലും കർത്താവാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടിയുണ്ട്. ഡോക്ടർക്ക് കഴിയാത്തത് അതിനപ്പുറമായിട്ട് കർത്താവിൻ്റെ സൗഖ്യദായക ശക്തി ഇന്നും വെളിപ്പെടുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. സിസ്റ്ററെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാൻ എൻ്റെ കർത്താവിനെ ഉയർത്തുവാനും എൻ്റെ ദൈവമേ നീ ചെയ്ത സകല ഉപകാരങ്ങളും കർത്താവെ വർണ്ണിക്കുവാൻ ഈ പ്ലാറ്റ്ഫോം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററിനെയും സിസ്റ്ററിനെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ചെയ്യുന്ന വേലകളിലെ കൂടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ ഈ ടെസ്റ്റ് മണി കേൾക്കുന്ന എല്ലാം ശ്രോതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ടെസ്റ്റ് മണി അവർക്ക് അനുഗ്രഹമാക്കി തീർക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവിന്റെ സുശേഷ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ഈ ടെസ്റ്റ് മണി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം കർത്താവെ എല്ലാ രീതിയിലും കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായി നിന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ജെ സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു ജസിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. ഈ സാക്ഷ്യത്തിൽ കൂടി കർത്താവ് അനേകരോട് ഇടപെടി സംസാരിക്കാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thanks.